നമസ്കാരം, വെൽക്കം ടു മെൻറ്റർ ടോക്സ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഐഡ തസ്നി. ഐഡ തസ്നിന്ന് ഞാൻ ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ പിക്ചർ നമ്മുടെ സ്ക്രീൻസിലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു ഫയർ എന്നുള്ള ഒരു ഇതാണ് ഓർമ്മ വരിക. അതായത് ഒരു ഫയർ വുമൺ. വാക്കുകൾ കൊണ്ട് ശരിക്കും സ്റ്റുഡൻസിനെ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, പക്ഷെ വളരെ ട്രൂ ആയിട്ട്, ജെന്യൂനായിട്ട്, ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് എന്തായാലും ഈ ഒരു പ്രായത്തിൽ നിന്ന് വളർന്ന് സക്സസ്ഫുൾ ആവണമെങ്കിൽ, അതും ഇന്നത്തെ സ്റ്റുഡൻസിൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ട് റിച്ച് ആവണം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ളതാണ്. സോ അങ്ങനെ സക്സസ്ഫുൾ ആവണം എന്നുള്ളവർക്ക് എപ്പോഴും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ മെൻറ്റർ ഉണ്ടാവണം എന്ന് തന്നെ പറയും. ഐഡ തസ്നി അതുപോലുള്ള ഒരു റൂത്ത്ലെസ് മെൻറ്ററാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഐഡ തസ്നിയിലേക്ക് പോവാം. അവസാനം താങ്ക് യു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഇപ്പം ഒരുപാട് സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിന് പ്രചോദനമായിട്ടുണ്ട്. ഈ വാക്കുകൾക്ക് ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും അധികം ആൾക്കാർ ഐഡ തസ്നീനെ ഫോളോ ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും അവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. മോർ ദാൻ ദാറ്റ് ഒരു ടീച്ചർ എന്നുള്ള രീതിക്ക്, ഇപ്പം ഞാൻ നേരത്തെ ടീച്ചർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ടീച്ചറും കൂടി ആവുക എന്നുള്ളത് ശരിക്കും സ്റ്റുഡൻസിനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. സോ അവരായിട്ട് ഇത്രയും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഈ പുതിയ ലോകം എന്ന് ഞാൻ പറയുന്ന ലോകം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഇപ്പോൾ വലിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് AI എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ്. ഇപ്പോഴത്തെ ടെക് കമ്പനികളുടെ CEOs ആണെങ്കിലും, അല്ലെങ്കിൽ ടെക് കമ്പനികളിൽ ഭയങ്കര വലിയ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. അല്ല, ഒട്ടും പ്രൊഡിക്റ്റബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ +2 പഠിക്കുന്ന സ്റ്റുഡൻസും പാരൻസും ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇവർക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ, മിസ് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള കരിയർ ഏതാ എന്നാണ് എനിക്ക് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും നോക്കുന്നത് സേഫ്റ്റിയാണ്. അപ്പോൾ ഇത് കൈൻഡ് ഓഫ്, ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കാറുണ്ട്, ഇതൊരു കൈൻഡ് ഓഫ് എസ്കേപ്പിസാണ് ശരിക്കും. കുട്ടികൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് സേഫായിട്ട് എന്തെങ്കിലും ഒരു കരിയർ. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള കൺസീക്വൻസസ് എന്താ. ഇപ്പം AI വിൽ ടേക്കപ്പ് ജോബ്സ് എന്ന് നമ്മൾ കുറേ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇവർ ഇത് മാത്രമേ കേൾക്കുന്നു, ഈ ഒരു ടാഗ് ലൈൻ മാത്രമേ ഇവർ കാണുന്നുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർക്ക് അവരുടെ കരിയറിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ AI വിൽ ടേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ്ലി AI വന്നിട്ട് ഒരിക്കലും നമ്മളുടെ എല്ലാവരുടെയും ജോബ്സ് ഒന്നും ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ദ തിങ് ഈസ് അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം പറയാറുണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ റിസോഴ്സസ് കൂടുതലാണ്, ഈവൻ ദർ ഇസ് ഗൂഗിൾ, പക്ഷേ ഇവർക്ക് ഇൻഫർമേഷൻ ഫ്രീ ആണ്, പക്ഷെ ഫോക്കസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടത് അങ്ങനെ ഒരു കരിയർ ഓപ്ഷൻ വേണം, അല്ലെങ്കിൽ ഇവർക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ വേണം. AI ടേക്കപ്പ് ചെയ്യാത്ത പിന്നെ എന്താ പറയുക കരിയർ ഏതാ, അല്ലെങ്കിൽ കോഴ്സ് ഏതാ, ഇതൊക്കെയാണ് ഇവർക്ക് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ. സേഫ്റ്റി എന്ന് പറയുന്നത് ശരിക്കും അത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും സേഫ്റ്റി ഇപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ, അതോ റിസ്ക് ആണോ? സേഫ്റ്റി എന്ന് ഇൻ ദ സെൻസ് നമുക്കത് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാമല്ലോ. പക്ഷെ കുട്ടികൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു വേൾഡ് എന്ന് പറയുമ്പം AI വിൽ ടേക്കപ്പ് ജോബ്സ് എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾക്ക് അത് വരാത്ത ഒരു ഏരിയ കിട്ടണം. അതായത് AI വന്നു കഴിഞ്ഞാലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നുള്ള ലെവലിലൊരു സംഭവമാണ്. ശരിക്കും എല്ലാ ഫീൽഡിലും ഈ AI വരും, ഒബ്വിയസ്ലി ഓട്ടോമേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മളുടെ സേഫ്റ്റിയോ സാധനങ്ങളോ ഒന്നും ഓട്ടോമേഷൻ നോക്കൂല. ദ തിങ് ഈസ് വെദർ വി ആർ അപ്സ്കില്ലിംഗ് വിത്ത് ദ AI എന്നുള്ളത് മാത്രമാണ്. അഡാപ്റ്റബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ. അപ്പം പണ്ടത്തെ പോലെയല്ല, പണ്ട് നോളജ് വെച്ചിട്ട് ഒരുപാട് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒബ്വിയസ്ലി സ്കിൽസ് മാറ്റേഴ്സ്. ഈ സ്കില്ലിൽ തന്നെ നമുക്ക് ഇന്നിപ്പോൾ എനിക്കൊരു സ്കില്ലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്ന ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സോ ദ തിങ് ഈസ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ വെൻ AI കംസ് അതിനനുസരിച്ച് നമ്മളും അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം. ഇപ്പോഴുള്ള പുതിയ ടൂളുകൾ വരുന്നു. ഇപ്പോൾ AI പോലും AI ടൂളുകളെല്ലാം വരുന്നത് ഇപ്പോൾ ഒരു 3 months 6 months പുതിയ ടൂൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ച് അവരെ കൂടുതൽ ടെൻഷൻ ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാരൻസിനും സ്റ്റുഡൻസിനും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടെൻഷൻ ആക്കുന്നുണ്ടോ, അതോ? ഒബ്വിയസ്ലി ഉണ്ട്. അതായത് ഞാൻ പറയില്ല, ഇവരെല്ലാവരും ഭയങ്കര ടെൻസ്ഡാണ്. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഇപ്പം നമ്മളുടെ സമയത്ത് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചേഞ്ച് കാണുന്നത് ഓൾമോസ്റ്റ് 5 to 6 years ഒക്കെ എടുക്കുമ്പോഴേ നമ്മളൊരു ചേഞ്ച് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭയങ്കര നോട്ടീസബിൾ ചേഞ്ച് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ മന്ത് നമ്മൾ ഭയങ്കരമായിട്ട്, അതായത് കഴിഞ്ഞ മാസം നമ്മൾ കേട്ട ടെക്നോളജീസ് ആയിരിക്കില്ല നെക്സ്റ്റ് മന്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇവർക്ക് ഈ ഒരു പേടിയുണ്ട്, ലൈക്ക് ഏത് ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവസാനം പെടുമോ, ഇതിന് സ്കോപ്പ് ഉണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ശരിക്കും അതിനൊരു കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ള ഒരു സിസ്റ്റം തന്നെ നമ്മളിലേക്ക് ഉണ്ടാക്കുക, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അഡാപ്റ്റബിലിറ്റി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് കണ്ടിന്യൂസ് ലേണിംഗ് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ അൺലേൺ, ലേൺ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇതൊക്കെ സ്റ്റുഡൻസിന് ഇപ്പോൾ അറിയുമോ, അതോ ഇവരൊക്കെ അത് പ്രാക്ടിക്കലി ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ബേസിക്കലി നോട്ട്. അതായത് ഇതിൽ ഒരു 10% സ്റ്റുഡൻസ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇതിനനുസരിച്ച് അവർ അപ്ഗ്രേഡഡ് ആവുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 90% സ്റ്റുഡൻസും അവരൊരു കംഫർട്ട് സോണിലാണ്. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുമില്ല, എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാനും ശ്രമിക്കുന്നുമില്ല. ബട്ട് ദ തിങ് ഈസ് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സംവൺ വിൽ കം ആൻഡ് സേവ് ദം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് പൊതുവേ കുട്ടികളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഇവർക്ക് ശരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നും ആ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ദേ വെയിറ്റിംഗ് ഫോർ സംവൺ എന്നുള്ള സാധനം. അപ്പോൾ ഇവർ കുട്ടികൾ വന്നിട്ട് എൻ്റെ ഇൻബോക്സിൽ ചോദിക്കും, മിസ് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്? ആ സാധനം ഇവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സോ ആ ഒരു ഗോള് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പം ഒരു ഹൈപ്പിന് ഒപ്പം പോവുക, അല്ലെങ്കിൽ ഒരു ട്രെൻഡിന്റെ ഒപ്പം പോവുക. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇതാണ് ചൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാണാറുണ്ടായിരിക്കും അല്ലേ? എൻ്റെ കസിനുണ്ട് ഈ ഒരു പ്രശ്നം. ഇപ്പം അടുത്ത് ഞാൻ ഇവൻ മോസ്റ്റ് ഈ മോട്ടിവേഷണൽ ടോക്സിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കസിന് ഇതേപോലെ ഇവളുടെ ഫ്രണ്ട് പോയത് ഒരു കോഴ്സിനാണ്. അപ്പം ഞാനൊരു ദിവസം കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു, നീ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ട് പഠിക്കുന്ന കോഴ്സ്. അവർക്ക് ആ കോഴ്സിന് ഫുൾ നെയിം വരെ അറിയില്ല. അപ്പോൾ ദ തിങ് ഈസ്, കുട്ടികൾ കുറച്ചും കൂടെ എന്താ പറയുക, ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അതാണ് നമ്മൾ പറഞ്ഞത്, ശരിക്കും ഇൻഫർമേഷൻ ഇസ് ഫ്രീ, പക്ഷെ ഫോക്കസ് ഇസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കേസ്. ഇൻഫർമേഷൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പണ്ട് ഗൂഗിളുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ChatGPT ക്ലൗഡൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് വരും. പക്ഷേ നമുക്ക് ചേരുന്ന ഇൻഫർമേഷൻ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, അല്ലെങ്കിൽ നമുക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം അല്ലേ? ഇപ്പം നമ്മളൊരു കാര്യം ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു AI ആൾക്കാരെ മാറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. അതായത് AI എല്ലാ ജോബും കളയില്ല. AI അറിയാവുന്ന ഒരാൾ ജോബുകൾ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ടൂൾ അറിയാവുന്ന ഒരാൾ. ഇപ്പോൾ അതായത് ഒരു പരിധിവരെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് AI ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓഫ് കോഴ്സ് അല്ലേ? ഇപ്പം സബ്ജക്റ്റ് ഇപ്പോൾ പഠിപ്പിക്കുന്ന ഫിസിക്സാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ ഫിസിക്സിനെ പറ്റി നന്നായി അറിഞ്ഞാൽ മാത്രമാണ് ആ ഫിസിക്സിലെ എന്തെങ്കിലും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനൊക്കെ AI ഉപയോഗിച്ച് ആ സാധനം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് സ്റ്റുഡൻസ് ജസ്റ്റ് AI എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, വലിയൊരു ഒരു സൂപ്പർമാൻ പോലെയൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അവർക്ക് ഇത് എന്തോ ഒരു സംഭവം. ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ലൈഫ് ഭയങ്കര സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ടെക്നോളജീനെ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടുക. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ AI വന്നിട്ടുണ്ട്, AI ആരോ വന്ന പോലെയാണ് ഇവർക്ക്, മറ്റേ നമ്മളെന്തോ സൽക്കാരത്തിനകത്ത് വിളിച്ച പോലെയാണ് ഇവർക്ക് AI-നോടുള്ളൊരു അപ്രോച്ച്. അപ്പോൾ ഇത് എങ്ങനെ നമ്മളുടെ ലൈഫിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളത് ഒരു 80 അല്ലെങ്കിൽ 90% കുട്ടികൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം അത് എല്ലാ കേസിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈവൻ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ടീച്ചേഴ്സിനൊക്കെ എന്താ സംഭവിക്കുക. അപ്പം ഞങ്ങളൊക്കെ EdTech പ്ലാറ്റ്ഫോമിലുള്ളവരാണ്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ തന്നെ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഒരു ടെക്നോളജി പ്രകാരം നമ്മൾ ആപ്പിലൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ChatGPT, അല്ലെങ്കിൽ ആദ്യമൊക്കെ ChatGPT ആയിരുന്നു കേട്ടോ, പിന്നീട് ഇപ്പോൾ അത് ക്ലോഡിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്,
നമ്മളിൽ കുറച്ച് ആൾക്കാർ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് ഈ ജോബ് ചെയ്ത് കൊടുക്കും, മറ്റുള്ളവർക്ക് ഇതൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് ശരിക്കും നമ്മളതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമ്മളത് ഉപയോഗിച്ചിട്ട് തന്നെ പരിചയിക്കുക എന്നുള്ളതാണ്. സോ ഒബ്വിയസ്ലി ഇഫ് സം ന്യൂ ടെക്നോളജി കംസ് അതിനെ പേടിച്ച് നിൽക്കുക എന്നുള്ളതല്ല, പക്ഷെ അത് യൂസ് ചെയ്യാന്നുള്ള. ഇപ്പം അതായത് പണ്ട് ഇപ്പോൾ ഊബറും ഓലയൊക്കെ ഇവിടെ വന്ന സമയത്ത് ഊബറൊക്കെ ഓലയൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ആദ്യം പോയിരുന്നത്. കാരണം വെച്ചാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പൈസ ഡ്രൈവർക്കും കൊടുത്തിരുന്നു. നമുക്ക് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ട് 10 രൂപീസിനും 20 രൂപീസിനൊക്കെയാണ് കാർ ട്രിപ്പ് ഉണ്ടായത്, കാരണം ആൾക്കാരെ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇപ്പോൾ AI സത്യം പറഞ്ഞാൽ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇപ്പോൾ പേ ചെയ്ത്, അതായത് ഇപ്പോൾ നമ്മൾ ശരിക്കും പേ ചെയ്തുള്ള സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാരും പേ ചെയ്ത സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൽ പ്രാക്ടീസ് ചെയ്ത് വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്കത് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും, കാരണം ഇത് ശരിക്കും വളരെ സെർവർ കോസ്റ്റ് എല്ലാം കൂടിയ ഇതാണ്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ ശരിക്കും നമ്മളിനി പഠിക്കാൻ പോകണമെങ്കിൽ തന്നെ അതിന് ഒത്തിരി എമൗണ്ട് കൊടുക്കേണ്ടി വരും, ഒത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ സ്റ്റുഡൻസിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു തരത്തിൽ നോക്കിയാൽ ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര കൂടുതലാണ്, എന്നാൽ ഒരു തരത്തിൽ നോക്കിയാൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയും പോകുന്ന പോലെയാണ് അല്ലേ? ഓഫ് കോഴ്സ് അത് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ ടെക്നോളജി വന്നു കഴിഞ്ഞാലും റൈറ്റ് യൂസ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ റൈറ്റ് അഡാപ്റ്റബിലിറ്റി ടു ദ ടെക്നോളജി, ഇതാണ് ശരിക്കും നമ്മുടെ കരിയർ തീരുമാനിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിച്ച് കോഴ്സ് യു സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, വാട്ട് ആക്ഷൻ വി ടേക്ക് ടുഡേ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നാളത്തെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വി ആർ സേഫ്. ഇനി ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പം ഞങ്ങളുടെ കോളേജിലുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെ ഒരിക്കലും പൊക്കാനോ അല്ലെങ്കിൽ മെൻ്റൽ പൊക്കാനോ പറയുന്നതല്ല, പക്ഷേ എങ്കിൽ ഞാനിതൊരു പറയുന്ന ഞാൻ ഒരിക്കൽ ഒരു ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അവരുടെ കമ്പനികളിലൊക്കെ കേഴ്സർ അതേപോലെ ഓട്ടോ പൈലറ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്നു, ആ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ അവരുടെ സ്റ്റാഫിനൊക്കെ ഇത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, AI പ്ലാറ്റ്ഫോംസ് വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു സ്റ്റുഡൻസിനെ ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോളേജിൽ പോയി സ്റ്റുഡൻസിനെ വിളിച്ച് കാണുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അവിടെ, ഇപ്പം MSL എന്നൊക്കെ പറഞ്ഞ ഈ മെൻ്റർ സ്റ്റാർട്ടപ്പ് ലീഗ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പോൾ അവരെ ഗ്രൂപ്പിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കേഴ്സർ AI ഉപയോഗിക്കണം, അതേപോലെ ഓട്ടോ പൈലറ്റ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് സാർ, അതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാൻ ആക്ച്വലി ഒന്ന് ഞെട്ടുകയും ചെയ്തു, അതുപോലെ തന്നെ അഭിമാനിക്കുകയും ചെയ്തു. കാരണം നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസ് ഇത് ചിന്തിക്കുന്നുണ്ടല്ലോ, കുറേ പേരെങ്കിലും ആ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് തോന്നി. എനിക്ക് തോന്നുന്നു കുറേ സ്റ്റുഡൻസൊക്കെ ഇതിൽ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്, കുറേ സ്റ്റുഡൻസ് ആണ് ഇത് പേടിച്ച് മാറി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയൊക്കെ ഇപ്പോൾ ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ ഈ സ്റ്റുഡൻസിനെ നമുക്ക് ഒരുപാട് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇത്? ശരിക്കും ഞാൻ നമ്മളിപ്പോൾ ആസ് എ ടീച്ചർ ഞാൻ ശരിക്കും ഈ ഫീൽഡിലേക്ക് എത്തുന്നത് തന്നെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും ഇത് ഇവരിലൊരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെറിയൊരു ഇമ്പാക്റ്റ് എങ്കിലും ഇവരിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നിയോണ്ടാണ് പിന്നീട് ഞാനിത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അതിനുശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ ഇൻബോക്സിൽ ശരിക്കും കുറേ മെസ്സേജസ് വരും. ഇപ്പോൾ ഒരു മിസ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഞാൻ മോളിൽ പോയപ്പോൾ ഒരു കുട്ടി എന്നെ കണ്ടപ്പോൾ അവന് ഒന്നും പറയാൻ കിട്ടുന്നില്ല. എൻ്റെ അടുത്തിട്ടെന്ന് പറഞ്ഞു, ഞാനിപ്പോൾ പൈലറ്റ് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് മാമിൻ്റെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഉപ്പാനോട് എൻ്റെ ആഗ്രഹം പറയാൻ പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ. അപ്പോൾ ആ സമയത്താണ് ഞാനിത് മനസ്സിലാക്കുന്നത്, ലൈക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനും അത്ര ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ പ്ലാറ്റ്ഫോമിൽ എന്നിട്ട് എന്തോ വലിയ ഇൻഫ്ലുവൻസർ ആവാൻ, നത്തിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ മനസ്സിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ ഐ ഹാവ് ടു ക്രിയേറ്റ് സംതിങ്, എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് എനിക്ക് ആൾക്കാരിൽ ഉണ്ടാക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഞാൻ കാരണം എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ അത് എനിക്ക് തോന്നി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എഫക്റ്റീവ് ആവുക നമ്മളുടെ കുട്ടികളിൽ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജി എന്താ പറയുക ഭയങ്കരമായിട്ട് വന്നുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ കുറേ മിസ്റ്റേക്കൺ ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർ ഒരിക്കലും ചെറിയ മക്കളിലൊക്കെ എനിക്ക് തോന്നുന്നു
ഇവരൊന്നും ഇവർക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് റിസർച്ച് തന്നെ അറിയില്ല. പക്ഷേ ഇവർ ടാഗ് ലൈൻ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെയൊന്നും അല്ല സംഭവങ്ങൾ. അപ്പോൾ ഇവർ അവർക്കൊരു ഫോക്കസ് ഉണ്ടാക്കുക, അവരുടെ ഒരു പാത്ത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷൻ ആസ് എ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ശരിക്ക് വർക്കൗട്ട് ആവുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു സ്പാർക്കുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇഫ് ഹി വോണ്ട് ടു ഡൂ സംതിങ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ വേർഡ്സ് അവർക്കൊരു സ്റ്റാർട്ടിങ് പ്ലഗ് ഒക്കെ ആയിട്ട് മേ ബി അവർക്ക് അത് ഹെൽപ്പ് ചെയ്യാറുള്ളൂ. ആ ഒരു സാധനം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ അത് എന്തെങ്കിലും ഒരാൾ ഇപ്പോഴത്തെ കാലത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരു ഭയങ്കരമായിട്ടുള്ള കംഫർട്ട് സോണിൽ ഇരുന്ന് പോകുന്ന ടൈപ്പ് കുട്ടികളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ they think someone will come and save them. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് നോബഡി ഈസ് കമ്മിങ് ടു സേവ് അസ്, നമ്മൾ തന്നെ നോക്കണം, നമ്മളായിട്ട് തന്നെ ഇറങ്ങണം എന്നുള്ളൊരു സാധനം ഇവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്നാണോ പറയുന്നത്? ശരിക്കും ഓഫ്കോഴ്സ് കുറേ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഇത്രയൊക്കെ റീച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദർ ആർ പീപ്പിൾ വെയിറ്റിംഗ് ഫോർ ദിസ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കുട്ടികൾ വന്നിട്ട് പറയും, മിസ് എനിക്ക് നാളെ എക്സാം ആണ്, കുറച്ച് മോട്ടിവേഷൻ തരും. അപ്പം ഞാൻ പറയും, ഇതിങ്ങനെ കിലോ കണക്കിന് എടുത്ത് വെച്ചൊരു സാധനമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ സംതിങ് ടു സ്റ്റാർട്ട് സംതിങ് എന്നുള്ള സാധനമില്ലേ. അപ്പോൾ അതാണ് കുട്ടികളിലൊക്കെ ഉണ്ടാക്കുന്നത്. ആ ഒരു ആക്ഷൻ അവരെ കൊണ്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ അവർ ഒബ്വിയസ്ലി അവരുടെ പാത്തിലേക്ക് എത്തും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ചെറുപ്പത്തില് അവര് ഡീമോട്ടിവേറ്റഡ് ആവേണ്ട കാര്യം എന്തായിരിക്കണം എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അല്ലേ? അത് ഒബ്വിയസ്ലി പിന്നെ നമ്മുടെ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻസ് കുറവാണ്. പക്ഷെ ഇവരുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പം ഈവൻ നമ്മൾ അറിയുന്നേക്കാൾ കൂടുതൽ, ഇപ്പം എനിക്കൊരു ചെറിയ മോനുണ്ട്, എന്നെക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ചില കാര്യങ്ങളിൽ അവനറിയാം. അപ്പോൾ അവർ ദേ ആർ ഓപ്പൺ ടു മെനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. അപ്പം ഇതിൽ പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് കിട്ടേണ്ടതാണ്, ചില കാര്യങ്ങൾ കിട്ടേണ്ടാത്ത കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവർ കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല കുട്ടികളും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AI വിൽ കം ആൻഡ് ടേക്ക് അപ്പ് ജോബ്സ്, ഇത് മാത്രം അവർ കേൾക്കുന്നത്. നത്തിങ് ലൈക്ക് ഇതിൻ്റെ ഇടയിൽ AI നമ്മൾ പഠിക്കണം, AI പഠിച്ച ഒരാൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും, ദേ നീഡ് ടു യൂസ് ദ ടൂൾസ്, അത് അറിയുന്ന ഒരാൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഇൻഫർമേഷൻ അവരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇവരെന്താവും, ആകെ മൊത്തം പാനിക്കായി, ഇവർക്കിനൊന്നും ചെയ്യാൻ പറ്റൂലേ, ഞങ്ങളിനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിപ്പോകുന്നതാണ്. അപ്പം ഇൻഫർമേഷൻ ഒബ്വിയസ്ലി ക്രിയേറ്റ്സ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ദ തിങ് ഈസ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചെറിയ മക്കളിലൊന്നും ശരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ മക്കൾ വരെ വന്നിട്ട് നമ്മളോട് ചോദിക്കും. പക്ഷെ അവർക്കൊക്കെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി അവരുടെ എക്സാംസ് പാസ്സാവുക, അവരുടെ ഇത് കഴിയുക എന്നുള്ളതൊക്കെ തന്നെ. പക്ഷെ അതിൽ ചില കുട്ടികളുണ്ട്, അവരിപ്പോഴേ ഇപ്പം നമ്മളുടെ തന്നെ അവിടെ ഫൗണ്ടേഷൻ ബാച്ചസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയെങ്കിലും പാസ്സാവുക എന്നുള്ളൊരു സാധനം. ഏത് ക്ലാസ് മുതലത് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഓൾമോസ്റ്റ് 7th മുതൽ 10th വരെ നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ്. അതായത് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇത് മെയിനായിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒക്കെ റിസൾട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ കേരള റാങ്ക് ഇടും. ഈ കേരള റാങ്ക് 1 ആണെങ്കിലും ഓൾ ഇന്ത്യ റാങ്ക് നോക്കുമ്പോൾ ഒരു 100ൻ്റെ അപ്പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളുടെ കുട്ടികൾ എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നില്ല എന്നുള്ള റീസൺ നമ്മൾ നോർത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ആസ് ഏർലി ആസ് പോസിബിൾ അവർ സ്റ്റാർട്ട് ചെയ്യും. ഇനി 7th മുതൽ ഈവൻ 3rd 4th 5th മുതൽ വരെ അവർ ഈ ഒരു ലെവലിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്. നമ്മളുടെ നാട്ടിലൊന്നും ഈ ഒരു കൾച്ചറും ഇല്ലായിരുന്നു, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ കുറേ പ്ലാറ്റ്ഫോംസ് വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ദർ ആർ ഓപ്ഷൻസ്, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നമ്മൾ അവരെ കോമ്പറ്റേറ്റീവ് എക്സാമിന് മാത്രം എന്തോ ഒരു ബുജിയാക്കി മാറ്റുക എന്നുള്ളതല്ല. അത് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ പറയുക, ടേക്കിംഗ് അപ്പ് ചാലഞ്ചസ്, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്രായത്തിൽ കംഫർട്ട് സോൺ വിട്ടിട്ട് അവർ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നു, ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്യുന്നു, അത് സോൾവ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. അപ്പം അത് നമുക്ക് ചെറിയ മക്കളിൽ ഇപ്പോഴേ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ദേ വിൽ ബി ബ്രില്യൻറ്റ്. ഇപ്പം ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ശരിക്കും ത്രൂ ഔട്ട് അവരെ കൊണ്ടുപോകേണ്ടത് തോന്നുന്നല്ലേ? ഇപ്പം എന്ത് പ്രോബ്ലം, ശരിക്കും എല്ലാ കാര്യങ്ങളും പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണല്ലോ. വേൾഡിൽ എന്ത് കാര്യമാണെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു, ആ പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ശരിക്കും ബിസിനസ് അല്ലേ? ആ പ്രോബ്ലം കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആവുകയും അതിന് കൂടുതൽ ആൾക്കാർ ആ സൊല്യൂഷൻ ഉപയോഗിക്കുകയും അതിന് എമൗണ്ട് കിട്ടുമ്പോൾ അത് സക്സസ് ആവും അല്ലേ? എപ്പോഴും പക്ഷെ ആ മെൻറ്റാലിറ്റി കണ്ടെത്തുന്നതിന് ഇപ്പോൾ സ്റ്റുഡൻസിലും ഇപ്പോൾ കോളേജിലാണെങ്കിലും ശരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേരും കാണേണ്ടത്
നമ്മൾ പ്രോബ്ലംസിനെ കാണുന്നതിനേക്കാൾ കൂടുതൽ അതിനുള്ള സൊല്യൂഷൻ ചിന്തിക്കാൻ ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ കംപ്ലയിൻസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കംപ്ലൈൻറ്റ് കാണുമ്പോൾ അതിന് അനുസരിച്ചിട്ട് ഇതിനെനിക്ക് എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന കൂടി ചിന്തിച്ചാൽ ശരിക്കും അങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളിലെ ചിന്തകൾ ചെറുപ്പത്തിലേ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു പ്രോബ്ലം സോൾവിങ് മെന്റാലിറ്റി കൂടും. അതായത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ എക്സ്ക്യൂസസ് പറയുന്നത് സ്റ്റോപ്പ് ചെയ്തോ. അതായത് ഇവർക്ക് എന്തിനും ഏതിനും ഇവർക്ക് എക്സ്ക്യൂസ് പറയാനുള്ളത്. അത് കുട്ടികളിൽ മാത്രമൊന്നുമില്ല കേട്ടോ, ഈവൻ ഇൻ ഗ്രോൺ അപ്സ് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന് എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. നോട്ട് ദാറ്റ് ഇപ്പം എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും, ബട്ട് ദ തിങ് ഈസ് നമ്മളെക്കാൾ വേറെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ എക്സ്ക്യൂസൊക്കെ മറികടന്ന് വന്നവരായിരിക്കും. അപ്പം ദ തിങ് ഈസ് നമ്മളവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ ആരെ കൊണ്ടും പറ്റും. എവ്രി വൺ ക്യാൻ ബ്രിങ് എ തൗസൻഡ്സ് ഓഫ് എക്സ്ക്യൂസസ്. പക്ഷേ ഇവിടെ സൊല്യൂഷൻ കണ്ടെത്തി അതിനെതിരെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളിൽ വരേണ്ട ഒരു സാധനം. ആ മെൻറ്റാലിറ്റി കുറേ ആയിട്ട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇപ്പം ഞാൻ തന്നെ പറയാറുണ്ട്, സംഭവം ശരിയാണ്. ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചു അല്ലെങ്കിൽ +2 ഫുൾ A+ വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഒന്നും ലൈഫിൽ വലിയ സംഭവമൊന്നും പോകുന്നില്ല. ബട്ട് ദ തിങ് ഈസ് ഇവർ ഈ ഒരു ഹാർഡ്ഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനൊക്കെ ആ ഒരു പ്രായത്തിൽ ദിസ് ഇസ് എ ചലഞ്ച് ഫോർ മീ. അപ്പോൾ സംഹൗ ഐ ഹാവ് ടു ക്രാക്ക് ഇറ്റ്. അപ്പം നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട്, എനിക്കിപ്പോഴും ഉറപ്പാണ് ആ സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി ആണ് ഇപ്പം എൻ്റെ മുന്നിലൊരു ചലഞ്ച് വരുന്ന സമയത്ത് അത് ഫേസ് ചെയ്യാൻ എന്നെ കുറച്ചും കൂടെ മോൾഡ് ചെയ്തെടുത്തെന്ന് പറയാം. അപ്പോൾ അതേപോലെ കുട്ടികൾക്ക് ശരിക്കും സ്കൂൾസിൽ നിന്ന് കിട്ടേണ്ടത് ഈ സാധനങ്ങളാണ്. അപ്പം ഇവരുടെ മുന്നിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ പല ആൾക്കാർ കുട്ടികളോട് പോയി പറയും, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നോ, നിങ്ങൾ രക്ഷപ്പെടുമോ എന്നൊക്കെ പോയി പറയും. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അതായത് ബില്യണേഴ്സ് അല്ല പഠിക്കാത്തവരാണ്, അവിടെ ഞാൻ പഠിക്കണ്ട. അതെ, കുട്ടികളുടെ മെയിൻ ഇപ്പൊ എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ള ഒരു ചിന്ത ഈ സാധനം മാത്രമാണ് കേട്ടോ. പഠിക്കൊന്നും ആവശ്യമില്ല, പഠിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തും, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു കുട്ടി, ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്താ അംബിഷൻ? അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയാം. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു എനിക്ക് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? അതെനിക്ക് അറിഞ്ഞില്ല, ഐ ഡു സം ബിസിനസ്. ദ തിങ് ഈസ് ഇവരുടെ വിചാരം ഓൾ ദിസ് ഈസ് ഈസി എന്നുള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളോട് ആരും ഇപ്പോൾ വീട്ടിൽ അരി വാങ്ങിക്കൊണ്ടുവരാനൊന്നും പറയുന്നില്ല. ദ തിങ് ദേ ഹാവ് ടു ഡു ഈസ് അവർക്ക് മുന്നിലുള്ള മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ഇതുപോലൊരു എന്താ പറയുക 10th ഒരു മെയിൻ പബ്ലിക് എക്സാം, ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്നൊരു എക്സാം ക്രാക്ക് ചെയ്യുക. ഇതൊക്കെ പറയുമ്പം ഈ ഒരു ഹാർഡ്ഷിപ്പിനെ ഫേസ് ചെയ്യാൻ അവരെടുക്കുന്ന ടൈം മാനേജ്മെൻറ്റ്, അവർക്കുണ്ടാകുന്ന പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ആ ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫിയർ പോകാനുള്ള അവരെടുക്കുന്ന കുറേ സ്റ്റെപ്സ്, ഇതൊക്കെ ശരിക്കും ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെ തീരെ സീരിയസ് ആയിട്ട് കാണാത്ത ഒരാൾക്ക് ലൈഫിൽ ഒരു പ്രോബ്ലം ഒരിക്കലും സീരിയസ് ആയിട്ട് കാണാൻ പറ്റില്ല. അത് മാത്രമേ ഞാൻ അവരോട് പറയാറുള്ളൂ. നിങ്ങൾ ഫുൾ A+ വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ +2 ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്നൊന്നും ഞാനൊരു കുട്ടീനോടും പറയാറില്ല. ബട്ട് കഴിവുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ് ദേ ഷുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. അപ്പം നമ്മളുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ആ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫിൽ എവിടെ പോയി കഴിഞ്ഞാൽ വിജയിക്കും. ഐഡ തസ്നിക്ക് എവിടെ നിന്നാണ് അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായത്? അതായത് ആ ഒരു പൊട്ടൻഷ്യൽ എനിക്കുണ്ട്, പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ? അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഞാൻ നോർമലി ഇതുപോലെ കുട്ടികൾക്ക് നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ കൊളീഗ്സ് എല്ലാവരും പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഗുഡ്, നല്ല വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഐ വിൽ ജസ്റ്റ് ടേക്ക് സം സ്റ്റിൽസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഇൻസ്റ്റാഗ്രാം. അങ്ങനെ ഞാൻ ആ സമയത്ത് എനിക്ക് ആകെ 4000 ഫോളോവേഴ്സ് അങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയയോട് വലിയ ക്രേസ് ഉള്ള ഒരാളൊന്നുമില്ല. ഓൾറെഡി ഒരു ടെക് പ്ലാറ്റ്ഫോമിലെ ടീച്ചർ ആയതുകൊണ്ട് കുറച്ച് സ്റ്റുഡൻസിൻ്റെ എൻ്റെ ഫോളോവേഴ്സ് ആയിരുന്നു എന്നുള്ളത് മാത്രം. അല്ലാണ്ട് പൊതുവേ ഞാനൊരു സോഷ്യൽ മീഡിയനോട് കുറച്ചുകൂടി സൈലൻ്റ് ആണ്, വല്ലാണ്ട് ഉപയോഗിക്കുന്ന ഒരാളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നമ്മൾ ഇൻസ്റ്റയിൽ 2 സ്റ്റിൽസ് എടുത്തിട്ട സമയത്ത് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് കണ്ടു, ഞാൻ ഇന്ന് പഠിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എൻ്റെ വേർഡ്സ് ചില കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. സോ വൈ കാണ്ട് ഐ ഡൂ ദിസ്? അപ്പം പിന്നെ വീഡിയോസ് വരാത്തപ്പോൾ കുട്ടികളൊന്ന് ചോദിക്കാൻ തുടങ്ങി മിസ് എവിടെ വീഡിയോ എന്ന് ചോദിക്കുമ്പം നമ്മൾ എത്രയും നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ എൻ്റെ വേർഡ്സ് ഒരു കുട്ടിയിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് മൈ സക്സസ്. അത് അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരൻസ് വരാറുണ്ട്, കുറേ കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്. ഇവരൊക്കെ വിളിച്ചിട്ട് എന്നാളൊരു പാരൻസ് കരഞ്ഞുകൊണ്ട് പറയായിരുന്നു മിസ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ മോള് കുറേ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇപ്പോഴുള്ള കുട്ടികൾ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ അത് എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത സ്റ്റെപ്പുകൾ എന്തായിരുന്നു? അതായത് ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ ആൾക്കാർക്ക്
തുടക്കം ഇപ്പോൾ ഞാൻ കാറ് ഓടിക്കുന്ന ഒരു വീഡിയോ കൂടി കണ്ടപ്പോൾ അതിലും മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പിള്ളേർക്കാണെങ്കിലും പ്ലാൻ ചെയ്ത് വെക്കും, പക്ഷെ സ്റ്റാർട്ട് ചെയ്യില്ല അല്ലേ, അവർ തുടങ്ങില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കില്ല. അപ്പം ആ 0 to 1 ജേണി എന്തായിരുന്നു? ബീങ് കോൺഫിഡൻ്റ് എന്നുള്ളത്. അതായത് പണ്ടൊക്കെ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈവൻ ഒബ്വിയസ്ലി നമ്മൾ ആസ് എൻ എഡ്ടെക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഫേസ് വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും നമ്മളെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ എനിക്കൊക്കെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ വിടുന്ന വീഡിയോസ് നോട്ട് ഓഫ് കോഴ്സ് ഇല്ല, പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ശരിക്കും. ഇല്ലാത്തവരും അവിടെ സർവൈവ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാരുണ്ട്. അപ്പം നമ്മളുടെ കേസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ എത്രത്തോളം കൂടുന്നു അത്രത്തോളം കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യും. അപ്പോൾ അവിടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഇപ്പം എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട് ഇട്ടിട്ട് നല്ല ഒച്ചയായിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ നാട്ടുകാരൊക്കെ എന്ത് പറയും, അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വീഡിയോ ഇട്ടിട്ട് റീച്ച് ആയപ്പോൾ ഞാൻ ചോദിച്ചു, ശരി അപ്പോൾ ആര് വിചാരിച്ചാലെന്താ, ഐ ഡോണ്ട് കെയർ. ആ ഒരു സാധനം നമ്മൾ അപ്പം അതന്നെ ആദ്യമൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് നന്നായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് വരും. ആദ്യം വന്നിരുന്നു, ഓഫ് കോഴ്സ് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആരാ ഇത് പറയാൻ, ഹൂ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്നെ ഇൻബോക്സിലൊക്കെ വന്ന് നന്നായി തെറി വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഞാൻ ഇവരൊക്കെ എന്തിനെങ്കിലും, ഞാൻ നല്ല കാര്യമല്ലേ പറയുന്നുള്ളൂ, എന്തിനാ ഇവരെന്നെ നെഗറ്റീവ് പറയുന്നത്. പിന്നെ ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് എന്ത് ഇതിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരാത്തത് എന്നായിരുന്നു ഞാൻ ആലോചിക്കാം. ബിക്കോസ് ഒബ്വിയസ്ലി നമുക്കത് പിന്നീട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഈ പറയുന്ന ആട്ടുന്നുപ്പൊക്കെ നമ്മളുടെ ഉള്ളിൽ കത്തുന്ന തീക്കൊരു മണ്ണെണ്ണ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ലെവലിലെ പിന്നെ ഞാനത് എടുത്തിട്ടുള്ളൂ. അപ്പം നെഗറ്റീവ് പറയാനും കുറ്റം പറയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ദ തിങ് ഈസ് സ്റ്റാർട്ടിങ് സംതിങ് ബീങ് കോൺഫിഡൻറ്റ് എന്നുള്ളതാണ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുക 4 ആൾക്കാരെ മുന്നിൽ പോയി നിൽക്കുന്നതാണ് കോൺഫിഡൻസ്. നത്തിങ് ലൈക്ക് ദാറ്റ്. ആൾക്കാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഹൂ കെയർസ് എന്നുള്ളൊരു മെന്റാലിറ്റി എപ്പം വരുന്നോ അപ്പം നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് മെല്ലെ പുറത്തെടുക്കുക, ജസ്റ്റ് ബ്രേക്ക് ദ ഷെൽ എന്നുള്ള സാധനം. അപ്പം അത് എപ്പോഴാണോ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് വീടാണ്. +2 കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഉണ്ടാവുന്ന ഏറ്റവും കൂടുതലുള്ള കൺഫ്യൂഷൻസ് എന്തൊക്കെയായിരിക്കും? മെയിൻലി അവരെ കരിയറാണ്. ഇനി എന്ത് കോഴ്സ് എടുക്കും, ഇനി ഏത് കോഴ്സ് ചൂസ് ചെയ്യും, ഏതിന് സ്കോപ്പ് ഉണ്ടോ, ഇത് പഠിച്ചാൽ ഞാൻ എവിടെയെങ്കിലും എത്തുമോ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ഇപ്പം +2 കഴിഞ്ഞൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇവർ പിന്നെ ഒരു റിയൽ വേൾഡിലേക്ക് ഇറങ്ങുകയാണ്. നോർമലി +2 വരെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു നമ്മൾ പൊട്ടക്കിൻ്റെ തവള എന്നൊക്കെ പറഞ്ഞ മാതിരി അവരവരുടെ വേൾഡ് മാത്രമേ കാണുന്നുള്ളൂ. ഈ +2 കഴിയുമ്പോഴാണ് ഡിഫറെൻറ്റ് സ്ട്രീംസ്, അതായത് നമ്പർ ഓഫ് സ്ട്രീംസ് അവരുടെ മുന്നിലുണ്ട്. ഇത് ഏതിലേക്ക് പോകണം, അല്ലെങ്കിൽ അവരുടെ കരിയർ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മെയിൻ കൺഫ്യൂഷൻ. അപ്പോൾ അതിലെന്തായിരിക്കും അഡ്വൈസ് കൊടുക്കാനുണ്ടാവുക? ഇതിൽ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് എ ഗോൾ ഫോർ യുവർ സെൽഫ്. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഓരോരുത്തരുടെ കഴിവ് എന്താണ്, പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന വേറൊരാളും ഉണ്ടാവില്ല. സോ അത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയും. ഇപ്പം എനിക്കറിയില്ല എന്താ എൻ്റെ കഴിവെന്ന് പറയുന്നൊരു കുട്ടിയാണെങ്കിലും ഒബ്വിയസ്ലി അവരുടെ ഉള്ളിലൊരു തോട്ട് ഉണ്ടാകും. മേ ബി പേടി കാരണം പറയാണ്ട്, ഇപ്പം ചില ആൾക്കാർക്ക് പാരൻസ് എന്ത് പറയുന്നത് പേടിച്ചിട്ട് ചിലപ്പോൾ അവരുടെ എന്താ ഗോളെന്നൊന്നും പറയുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇവരുടെ മെയിൻ തോട്ട്, അല്ലെങ്കിൽ വാട്ട് ദെയർ ഇന്നർ വോയിസ് ചെയ്യുന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം അവർക്ക് ആപ്റ്റായിട്ടുള്ള, അവർക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റും, അവർക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഫീൽഡുകൾ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജോബ്സ്, ഇറ്റ്സ് അബൌട്ട് കരിയർ. അതായത് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പം അവർക്ക് അതിൽ മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും, മാക്സിമം എഫക്റ്റീവായിട്ട് അതിൻ്റെ അകത്തേക്ക് അവർക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക, അതായത് അവർക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അവർ പോകാന്നുള്ളത്. ഓക്കെ. ഇപ്പം അതിൽ പാരൻസിൻ്റെ പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പാരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ സൊസൈറ്റി പ്രഷർ, അതൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? അതോ? ഓഫ് കോഴ്സ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് ഈ സൊസൈറ്റി റിലേറ്റീവ്സ് ഭയങ്കര പ്രശ്നമാണ്. അത് പിന്നെ ഞാൻ പോയി പണി നോക്കാൻ പറയാമെന്നല്ലാണ്ട് നത്തിങ് എൽസ്. പക്ഷേ പാരൻസിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മോസ്റ്റ് സപ്പോർട്ടീവ് പില്ലർ അല്ലെങ്കിൽ ആയിട്ട് അവർ കാണുന്നത് അവരുടെ പാരൻസിനാണ്. ഇപ്പം എനിക്കൊന്നും എൻ്റെ നാട്ടുകാരോ എൻ്റെ റിലേറ്റീവ്സോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇഫ് മൈ പാരൻസ് ആർ നോട്ട് വിത്ത് മീ, അതെനിക്ക് ഭയങ്കര ഒരു ചലഞ്ചായിട്ട് മാറും. അപ്പോൾ കുട്ടികൾ ഡെസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി പാരൻസിൻ്റെ ഇഷ്ടത്തിന് കുട്ടികൾ പോകണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ആസ് എ പാരൻസ് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സപ്പോർട്ടുണ്ട്.
അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് റിസർച്ച് ചെയ്ത് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളിൽ പാരൻസിന് സപ്പോർട്ട് കൊടുക്കാം. ദേ ക്യാൻ ഗീവ് എ ഡയറക്ഷൻ. അവരോട് പറയാം ഇതിങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ ദിസ് ഇസ് ലൈക്ക് ദിസ് ബട്ട് സ്റ്റിയറിംഗ് വിൽ ഇസ് വിത്ത് ദ സ്റ്റുഡൻറ്റ്. അതായത് കുട്ടിയാണ് അവർ ഏതിലേക്ക് പോകണം അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മളുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കോഴ്സിലേക്ക് കുട്ടി പോകണം. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ചില സമയങ്ങളിലൊക്കെ ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇപ്പം ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഇങ്ങനെയും സ്റ്റുഡൻസ് മാറിപ്പോവില്ല. അപ്പോഴും ചിലപ്പോൾ പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടായി, അല്ലെങ്കിൽ വേറൊരു മെൻറ്ററിൻ്റെയോ ആരെങ്കിലും ഒരാളുടെ സപ്പോർട്ട് ആവശ്യം ഉണ്ടാവാറില്ല. ഉണ്ട്. അത് അതായത് ഇതിൽ ഡയറക്ഷൻ ചൂസ് ചെയ്യാന്ന് പറയുമ്പം അതാണ് ഞാൻ പറഞ്ഞത്, ആസ് എ പാരൻ്റ് നമുക്ക് അവർക്ക് ഒരു പില്ലർ പോലെ അല്ലെങ്കിൽ ആസ് എ സപ്പോർട്ട് പോലെ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ബ്ലൈൻഡ്ലി ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ടാ നീ ഇഷ്ടമുള്ള രീതിയിൽ പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുട്ടികൾ ട്രെൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹൈപ്പിൻ്റെ കൂടെ പോവുള്ളൂ. പക്ഷേ ഇഫ് യു ക്യാൻ ഗീവ് എ ഡയറക്ഷൻ ടു ദം, നമുക്ക് അവരിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മളുടെ മക്കളിൽ. അപ്പം അത് നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റും. ദേ ക്യാൻ ടേക്ക് ഡെസിഷൻസ്. ഒബ്വിയസ്ലി ഈ ട്രെൻഡ് ഹൈപ്പൊക്കെ പാരൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചില പാരൻസ് പോയിട്ട് പറയും ഇതാണ് ഇപ്പോൾ ട്രെൻഡെന്ന് തോന്നും. ഈവൻ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, മിസ് ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണല്ലോ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തും. ഞാൻ ചോദിക്കും ട്രെൻഡ് അല്ലല്ലോ നമ്മളത് തീരുമാനിക്കും, ഇതിപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ ട്രെൻഡ് അങ്ങ് മാറും. അപ്പം അതിന് ശേഷം എന്ത് എന്നുള്ളൊരു ഐഡിയ കുട്ടികൾക്ക് ഉണ്ടാവില്ല. സോ ഇഫ് യു ആർ ടേക്കിംഗ് എ കോഴ്സ് അല്ലെങ്കിൽ എന്താ പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഒരു 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഇഫ് ദേ കാൻ ഡിസൈഡ് ഹൗ ദിസ് കോഴ്സ് ഇസ് മേക്കിംഗ് മണി ഫോർ ദം, ദേ ആർ ടോട്ടലി എ ഫെയിലിയർ. അപ്പോൾ ഒരു ഒബ്വിയസ്ലി ആ കോഴ്സ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ ഒബ്വിയസ്ലി പാരൻസിന് പറ്റും. അത് പാരൻസിന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുട്ടികൾക്ക് ഒരു എന്താ പറയുക മെൻറ്റർ എന്നുള്ള ലെവൽ. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 1% ക്ലബ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ള ലെവലിൽ നമ്മളൊരു അതായത് കുട്ടികളിപ്പോൾ 10th +1 ആ ഒരു സമയത്ത് +2 കുട്ടികൾ പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു മെൻറ്റർഷിപ്പ് ആയിരുന്നു. അവിടെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, അത് എക്സാമിൻ്റെ ഒരു കുറച്ച് മുന്നേ മാത്രം നമ്മൾ തുടങ്ങിയൊരു ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് കുട്ടികൾക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സാം വരുന്നുണ്ട്. ഒബ്വിയസ്ലി ദേ നോ ദേ ഹാവ് ടു ഡു സംതിങ്, പക്ഷേ ഇവർക്കൊരു പുഷ് കിട്ടുന്നില്ല. അപ്പോൾ ഐ തോട്ട് ഇഫ് ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളത് തുടങ്ങിയത്. അപ്പോൾ അത് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, മിസ് എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല, ദിസ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ മീ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഐ വാസ് തിങ്കിങ് ലൈക്ക് ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇതുപോലൊരു മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഇവർക്ക് നല്ല രീതിയിൽ പാത്ത് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം എൻ്റെ കേസിലൊക്കെ സംഭവിച്ചത് ഇതേ പ്രശ്നമാണ്. ഐ ഡിഡ്ന്റ് ഹാവ് എ മെൻറ്റർ, നോബഡി വാസ് ദെയർ ടു ടെൽ മീ ലൈക്ക് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നന്നാവും അല്ലെങ്കിൽ ഇവിടെ ഇന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്കങ്ങനെ ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് സംഭവിച്ചത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ശരിക്കും സംഭവിക്കാൻ പാടില്ല. ബിക്കോസ് അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഫ്രം എ മെൻറ്റർ ഇപ്പം നമുക്ക് കുട്ടികൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദേ ക്യാൻ ആസ്ക് അറിയുന്ന ആൾക്കാരോടടുത്ത് ചോദിക്കാം, കരിയർ എക്സ്പേർട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം ഇങ്ങനെ ഇവർക്ക് ഒരു മെൻറ്റർഷിപ്പ് തേടുന്നതിൽ ഒരിക്കലും ദർ ഇസ് നോ പ്രോബ്ലം. ഇത് സംസാരിക്കാൻ എനിക്ക് തോന്നിയത് പേരൻസിനോട് എന്തൊക്കെയായിരിക്കും പറയാനുള്ളത്. അതായത് ഇപ്പം എനിക്ക് ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്, ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത് ഇത്രയും സ്റ്റുഡൻസിന് എങ്ങനെ ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ഡിസ്കഷൻസ് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പാരൻസിനാണ് അതിലൊരു മേജർ റോളുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇന്ന കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിലല്ല, ഒരു സ്റ്റുഡൻറ്റിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ. ഓക്കെ, അപ്പം ആ ഏരിയയിൽ എന്തൊക്കെയായിരിക്കും പാരൻസ് ചെയ്യേണ്ടത് ശരിക്കും? സ്റ്റുഡൻസിനെ മോൾഡ് ചെയ്യാന്നുള്ളതിൽ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ആസ് എ പാരൻ്റ് നമ്മളൊരു കുട്ടിയുടെ പാഷൻ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, എനിക്കിത് ഇഷ്ടമില്ല, എൻ്റെ പാരൻ്റ് പറഞ്ഞിട്ടാണ് ഞാനിതിന് പോയത്. ആ ഒരു സാധനം നമ്മൾ ആദ്യം ഒഴിവാക്കുക എന്നുള്ളത് മെയിനാണ്. അതൊരിക്കലും നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ കുട്ടികൾ ഈ ഒരു കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളതല്ല. നമുക്കും അങ്ങനെ പറ്റി, ഇനി നമ്മളുടെ മക്കൾക്കും ഈ ഒരു സാധനത്തിലേക്ക് നമ്മളവരെ കൊണ്ടുവരിക എന്നുള്ളത് പ്രാക്ടിക്കലി കുട്ടികൾക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം അത്. അപ്പം ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ ഇവർക്ക് ഒരു ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്ന മെൻറ്ററായിട്ട് മാറുക എന്നുള്ളതാണ് പാരൻസ് ഒബ്വിയസ്ലി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിൽ ഇപ്പം ഒരു കുട്ടീനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പം ഞാൻ അടുത്ത്
ഒരു കുട്ടി എൻ്റെ അടുത്ത് കരഞ്ഞു വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ആർട്ടിസ്റ്റ് ആവണം. അപ്പോൾ പാരൻ്റ് ഒരിക്കലും ഇതിന് സമ്മതിക്കുന്നില്ല, ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ. അപ്പം ഞാൻ ഒരു ദിവസം പാരൻറ്റിനെ വിളിച്ചിട്ട് ഒരു ചിത്രം കാണിച്ചു കൊടുത്തു. ആ ചിത്രം ഇത്രയേ ഉള്ളൂ, ഒരു വൈറ്റ് ക്യാൻവാസ് ആണ്, അതിൻ്റെ മുകളിൽ ഒരു പഴം ഒരു സെല്ലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. 25 CR ആ ചിത്രം വിറ്റത്. തിങ് ഈസ് നമ്മളുടെ മക്കൾ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഇഫ് ദേ ഹാവ് പാഷൻ ഫോർ ഇറ്റ്, ഇഫ് ദേ ഫീൽ കോൺഫിഡൻസ് ഇൻ ഇറ്റ്, അങ്ങനെയെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നമ്മളെ സൈഡിൽ നിന്ന് അവർക്ക് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു സപ്പോർട്ട് പില്ലർ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട് പില്ലർ എന്ന് പറയുന്നത് അവരുടെ പാരൻ്റാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിലും ഇപ്പം എൻ്റെ കുട്ടീനെ സംബന്ധിച്ചിട്ടാണെങ്കിലും വേറെ ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും അവരാദ്യം കാണുന്നത് നമ്മളെയാണ്, അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെയാണ്. സോ അവർ നമ്മൾ പറയുന്നത് അവർക്ക് ലൈഫിൽ അത്രയും യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഡയറക്ഷനും ആ ഒരു ലെവലിലുള്ള മെൻറ്റർഷിപ്പാണ് കുട്ടികളെ പാരൻസിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അവരെ ഒരു കരിയറിലേക്ക് തള്ളിവിടുന്ന ഒരു പാരൻറ്റിനല്ല അവർക്ക് വേണ്ടത്. നേരെ മറിച്ച് അവരുടെ പാഷൻ മനസ്സിലാക്കി, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവർക്ക് കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് അവർക്കൊരു മെൻറ്റർ എന്നുള്ള രീതിയിൽ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്ന പാരൻസിനെയാണ് അവർക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് അല്ലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഞാനൊക്കെ എൻ്റെ മോനൊരു കുറച്ച് കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് പറയാണ് ഇന്ന കാര്യത്തിന് ചെയ്യണം, അല്ലെങ്കിൽ ദ തിങ് ഈസ് ഇത്രയേ ഉള്ളൂ. അതായത് കുട്ടികളാണ് സ്റ്റിയറിംഗ് വീൽ, അവരാണ് ഡെസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെസിഷൻ മേക്കിങ്ങിൽ ഇവർക്ക് പോകാവുന്ന ഡയറക്ഷൻസും ഇവർക്ക് പറ്റാവുന്ന മിസ്റ്റേക്സും അല്ലെങ്കിൽ ഇവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരുപാട് എന്താ പറയുക, ഇവരെ എത്തിച്ച് ചേർക്കാവുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കണക്ഷൻ പോയിന്റ്സ് ഉണ്ട്. അതിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പാരൻസ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ പാരൻസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ കോളേജിലേക്ക് വരുന്ന മിക്കവാറും സ്റ്റുഡൻസാണ് കോളേജ് കണ്ടുപിടിക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ കോളേജും അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു 3 years കൂടി ആയിട്ടുള്ളതുകൊണ്ടും പാരൻസിന് കൂടുതൽ നമുക്ക് കോളേജ് അറിയില്ല. അപ്പോൾ സ്റ്റുഡൻസാണ് ഇത് കണ്ടുപിടിച്ചിട്ട് പാരൻസിനോട് പറയുന്നത്. ഇപ്പോൾ മിക്ക പാരൻസും ഇപ്പോൾ വൈഫാണ് കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഗൂഗിളിലൊക്കെ വെച്ചിരിക്കുന്ന നമ്പർ വൈഫ് വെച്ചത്. അപ്പം കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പം പാരൻസ് ചോദിക്കും, കഴിഞ്ഞ ദിവസം ഒരു കോട്ടയ്ക്ക് നിന്ന് ഒരു ടീച്ചറാണ്. അപ്പം അവർ ചോദിക്കുക, മോൻ എന്തായാലും ഈ കോളേജാന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ട്, ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് സംസാരിക്കുന്നത്. അവൻ പറഞ്ഞ കാര്യം തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ, പക്ഷേ എങ്കിലും ഞാനൊന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്, എനിക്ക് ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയെന്ന്. അപ്പോൾ എന്നിട്ട് ആ പാരൻറ്റ് ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എല്ലാം വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആ പയ്യനും കറക്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്, അതായത് റിസർച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ള ഒരു കറക്റ്റ് പാരൻറ്റും അതുപോലെ ചെയ്തു പോയി. അപ്പം അങ്ങനെയുള്ള പാരൻസ് ഒരുപാട് പാരൻസ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാരൻറ്റ്. അതായത് ഇത് ഭയങ്കരമായിട്ട് വന്നൊരു ചേഞ്ച് ആട്ടോ, ഒരിക്കലും നമുക്കത് തള്ളിക്കളയാനും പറ്റില്ല. പണ്ടത്തെക്കാൾ ഒരുപാട് ചേഞ്ച് ഇപ്പം പാരൻസിന് വന്നിട്ടുണ്ട്. ഇത് പണ്ടത്തെ മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിലുള്ള ചേഞ്ചാണ് എല്ലാവരിലും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം പല കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രഷർ കാരണം അവർ പല രീതിയിലേക്കും പല പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യേണ്ടത് ഒരിക്കലും പ്രഷറല്ല, ഇറ്റ്സ് ഓൾവേസ് എ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ധൈര്യമായിട്ട് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് തോന്നണമെങ്കിൽ ആ കുട്ടിയുടെ പാരൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആസ് എ പാരൻറ്റ് നമ്മൾ ഒബ്വിയസ്ലി ഫെയിലിയറാണ്. അപ്പം അത് ആ കുട്ടിക്ക് ഒരു റൈറ്റ് ഡയറക്ഷൻ കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ഇഷ്ടങ്ങളാണെന്നുണ്ടെങ്കിൽ ഇഫ് ദേ വോണ്ട് ടു സ്റ്റഡി ഇൻ എ കോളേജ് അല്ലെങ്കിൽ ഇഫ് ദേ വോണ്ട് ടു ചൂസ് എ കരിയർ, അതിലേക്കുള്ള കാര്യങ്ങൾ പാരൻസ് റിസർച്ച് ചെയ്ത് ഓക്കെ എൻ്റെ മോൻ പോകുന്നത് റൈറ്റ് ഡയറക്ഷനിലാണോ എന്ന് നോക്കൽ മാത്രമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇവർക്ക് ഇതിലുള്ള കുറ്റങ്ങൾ മാത്രം കണ്ടെടുത്ത് അപ്പോൾ ഇവരടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നീ ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് അറിഞ്ഞത് എന്നുള്ള ലെവലിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ മക്കളെ ഫോഴ്സ്ഫുള്ളി പിടിച്ച് നിർത്തിയിട്ട് നീ ഇപ്പോഴത്തെ മക്കളൊന്നും ഒരിക്കലും അതിന് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ എവിടെ പോയാലും അതിൽ സക്സസ് ആവണമെന്നില്ല. അതായത് അത് നമ്മുടെ കേസിൽ ഇപ്പം നമ്മുടെ ജനറേഷനിൽ തന്നെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ ഈ ഒരു സാധനം മനസ്സിലാവും. പാരൻസിൻ്റെ പ്രഷർ കാരണം ഇപ്പോൾ എൻ്റെ ഒരു കസിൻ റിലേറ്റീവ് ഉണ്ട്, അവൻ ഡോക്ടറാണ്, MBBS. അപ്പോൾ അവന് അവനൊരു സ്റ്റാറ്റസ് പോസ്റ്റ് ഇട്ടതാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ MBBS പഠിക്കരുത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് പാരൻസിൻ്റെ പ്രഷർ കാരണമാണ് അവൻ 3 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് അവൻ MBBS എടുത്തത്. അപ്പോൾ ഇപ്പോൾ അവൻ ഭയങ്കര പ്രഷറിലാണ്. കാരണം ഈ 6 years MBBS കഴിഞ്ഞ് ഇപ്പോൾ അവൻ PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 years ആയി. അപ്പോൾ ഈ ആ ഒരു കുട്ടിയുടെ ഫ്രസ്ട്രേഷൻ ആലോചിക്കും, ലൈക്ക് അത്രയും ഏജായി, കൂടെയുള്ള ആൾക്കാരൊക്കെ സെറ്റിലായി, പാരൻസിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടിട്ട് പിന്നെ അവിടെ നിന്ന് സ്റ്റക്ക് ആവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. അപ്പം
ആ ഒരു ലെവലിലേക്ക് നമ്മൾ മക്കൾ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രഷറിലേക്ക് ഒരിക്കലും ഇവരെ തള്ളിവിടാതിരിക്കുക. ഇവർക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡായിരിക്കണം. അപ്പോൾ ഏത് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടി അറിയണം ഈ കോഴ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ട്, ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴ്സ് കാരണം എനിക്ക് ഏതൊക്കെ കരിയർ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പാരൻസും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ChatGPT, OpenAI അല്ലെങ്കിൽ ക്ലോഡ് ഇങ്ങനെയുള്ള പുതിയ പ്ലാറ്റ്ഫോംസ്, ജെമിനി AI, കുറേ AI പ്ലാറ്റ്ഫോംസ് വന്നു. കഴിഞ്ഞൊരു 3-4 ഇയേഴ്സിൽ ആണ് AI വളരെ ബഹളങ്ങളുണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി കരിക്കുലമൊക്കെ അതിനൊക്കെ മുന്നുണ്ടാക്കിയതായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കരിക്കുലം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഒബ്വിയസ്ലി നോട്ട്. ഞാൻ വിചാരിക്കാറുണ്ട് നമ്മളുടെ സിലബസ് 2010-ലെയും നമ്മൾ ജീവിക്കുന്നത് 2026-ലും ആണെങ്കിൽ നമ്മൾ ആ സിലബസ് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ പാസ്റ്റിലേക്കുള്ള ഒരു ടൈം മെഷീന് പൈസ കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, നത്തിങ് എൽസ്. അതിലപ്പുറത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒന്നും കിട്ടാനില്ല. സോ വി നീഡ് എന്താ പറയുക റിയൽ വേൾഡ് എക്സ്പീരിയൻസ്. ഇപ്പം ഏതൊരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടീനെയും വെയിറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടി ഷുഡ് ബി ഇൻഡസ്ട്രി റെഡി ആയിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു, BSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പം ഞാൻ ചോദിച്ചു നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഒക്കെ അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു നീ എന്തിനാ ഒരു കോഴ്സ് പഠിച്ചേ? അത് തിങ് ഈസ് ഒരു കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് കഴിഞ്ഞൊരു കുട്ടിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ദേ നോ ഹൗ ടു കോഡ്, എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എങ്കിലും കംപ്ലീറ്റ് അവർ പഠിച്ചിട്ടുണ്ടാണ്. അത് അവർ പഠിപ്പിക്കുന്നില്ല. ഇല്ല, അവർ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തിനാ പിന്നെ ആ കോഴ്സ് പഠിക്കുന്നത്? വെറുതെ ഒരു ഡിഗ്രി ഒരു പേപ്പർ കഷ്ണം വാങ്ങിച്ചിട്ട് വീട്ടിൽ ലാമിനേറ്റ് ചെയ്ത് വെക്കാൻ മാത്രമേ ഇതിനെ കൊണ്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഇവർക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നുള്ളത് സത്യമാണ്. പക്ഷേ സുപ്രഭാതത്തിൽ കൊണ്ടുപോയിട്ട് മാറ്റാന്ന് പറയുന്നൊന്നും പോസിബിളും അല്ല. സിസ്റ്റത്തിൻ്റെ മാത്രം കുഴപ്പം പറയാൻ പറ്റില്ല. എന്താ ഞാൻ കാര്യം പറയാം. അതായത് ഞാൻ ഇപ്പോൾ AI എന്നൊക്കെ കേൾക്കാൻ തുടങ്ങി ഒരു 10 ഇയേഴ്സായി. ഇപ്പം ഏകദേശം 2014 മുതലൊക്കെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ ഞാൻ 2018-ലും 2019-ലൊക്കെ US പോയപ്പോഴൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇനി അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ 2019-ൽ AICT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സുകൾ ഇറക്കി. അതായത് AICTയിൽ ഇതിന് കോഴ്സ് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ആ കോഴ്സ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സ് അനൗൺസ് ചെയ്ത് ശരിക്കും മെൻറ്റർ കോളേജ് 2019-ൽ ആ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് 2020-ൽ ഞങ്ങളുടെ കോളേജിൻ്റെ എല്ലാ കോഴ്സുകളും കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസ്ഡ് ആക്കി ഞാൻ എടുത്തായിരുന്നു. നമുക്ക് ഈ ട്രെൻഡ് ഒന്നത് എനിക്ക് IT കമ്പനി ഉണ്ട്, 2-3 സ്ഥലങ്ങളിലെ ഇതറിയാം. ഒന്ന് IT കമ്പനി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ടെക് ആൾക്കാരെ നല്ല രീതിയിൽ ആവശ്യമുണ്ടെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. AI വരുന്നു എന്നറിയാമായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കോളേജുകളെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജുകളെല്ലാം അധോഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം കുറേ കോളേജുകൾ കൂടി എല്ലാവരും കൂട്ടൽ ഇതിലുമായിരുന്നു. പിന്നെ അടുത്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനികൾക്ക് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ ടെക് കമ്പനികൾക്കും ആൾക്കാരെ നല്ല രീതിയിൽ ആവശ്യമുണ്ടെന്ന് അറിയാമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ അതിനേക്കാളുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുറേ കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇതേപോലെ പണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. ഓക്കെ, എന്തിനാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇത്ര ആൾക്കാർ പഠിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ എൻ്റെ കോളേജിൽ കുറേ പിള്ളേർ പഠിച്ച് അവിടെ ക്യാഷൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ സത്യം തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളിവിടെ അത്തരം കമ്പനികളുണ്ടോ? മെക്കാനിക്കൽ കമ്പനികൾക്ക് എന്താണ് ഫ്യൂച്ചറിലെ സ്കോപ്പ്? ഇതൊന്നും അറിയാതെയാണ്. അതുപോലെയല്ല AI കോഴ്സ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു ഇതിനെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിക്ക് വീട്ടിലൊരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോലും അറിയില്ല. അപ്പോൾ എന്തിനാ പിന്നെ ഈ കോഴ്സ് പഠിക്കുന്നത്? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് കോഴ്സ് പഠിച്ചാലും ഇപ്പം ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ഉണ്ടാവും. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ട് ഇതൊക്കെ പഠിച്ചാലും 80% ആൾക്കാരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ കരുതി എന്തിനാണ് പിന്നെ ബാക്കി എല്ലാ ബ്രാഞ്ചുകളും തുടങ്ങുന്നത്? ഒറ്റ ബ്രാഞ്ച്. അങ്ങനെയാണ് മെൻറ്റർ കോളേജിൽ ഫുൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ആ കമ്പ്യൂട്ടർ സയൻസിൽ സൈബർ സെക്യൂരിറ്റി, AI ആൻഡ് ഡാറ്റ സയൻസ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് കോഴ്സുകൾ. ഇത് ഞങ്ങൾ 2020-ൽ തുടങ്ങി, ഈ കോഴ്സുകൾ തുടങ്ങി. ശരിക്കും ഒരു എനിക്ക് തോന്നുന്നു 2022 ഒക്കെ ആകുമ്പോഴാണ് AI ഇത്രയും ഡെവലപ്മെൻറ്റിലേക്ക് വന്നു, ഒത്തിരി ആൾക്കാരിലേക്കും കാര്യങ്ങളിലൊക്കെ വന്നു. അപ്പം ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ 2019-ൽ തന്നെ ഈ കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിന്, അതായത്
നമ്മുടെ ഇവിടെയുള്ള സിസ്റ്റത്തിൽ ഇതിങ്ങനെ പറ്റത്തുള്ളൂ. കാരണം ഒരു 4 years 5 years കൂടുമ്പോൾ മാത്രമേ കരിക്കുലം ചേഞ്ചുകളും കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ. പറ്റുള്ളൂ. അത് ഒരിക്കലും നമുക്കൊരു സിസ്റ്റത്തിൽ പോയിട്ട് നാളെ മുതൽ അപ്ഡേറ്റഡ് സിലബസ് ആണ്, എല്ലാ ദിവസവും അപ്ഡേറ്റ് ആവുന്നുണ്ട്, അങ്ങനെ ഒരു സാധനം നമുക്ക് ഒരിക്കലും പോസിബിളും അല്ല. നമ്മളുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്താലേ അല്ലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയായിരിക്കും ഒരു സ്റ്റുഡൻറ്റ് +2 കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടത്? അതായത് +2 കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ഇവർ ചൂസ് ചെയ്യേണ്ട കരിയർ എന്ന് പറയുമ്പം ഒന്നാമത്തേത് ഇപ്പം ഇവർ റിയൽ വേൾഡിലേക്ക് എത്തിയതുകൊണ്ടും അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്ഡ് ലോകമായതുകൊണ്ടും ഒബ്വിയസ്ലി AI വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലാണോ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത് എന്നുള്ളത് അവർ ആലോചിക്കണം. ഇഫ് ദേ ആർ ഗെറ്റിംഗ് റിയൽ വേൾഡ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഇപ്പം പല കോളേജുകളിലും എനിക്ക് തോന്നുന്നുണ്ട് പഠിപ്പിക്കുമ്പം തന്നെ ഇപ്പം ഐ തിങ്ക് നിങ്ങളുടെ കോളേജിൽ തന്നെ ഇപ്പം ഞാൻ അന്ന് കേട്ടെടുത്തോളം ഫസ്റ്റ് ഇയർ മുതൽ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഇൻഡസ്ട്രി റെഡി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന കോഴ്സാണോ ഇവർ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ എന്തായാലും ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സിലബസ് എടുത്തിട്ട് നാളെ തന്നെ അതിലേക്ക് എല്ലാം കുത്തിക്കയറ്റി ഇതൊക്കെ ശരിയാക്കിയിട്ട് നാളെ തന്നെ ഇറക്കണം, ഗവൺമെന്റ് അവരുടെ ജോബ് ചെയ്യും, അവർ ചെയ്യുന്നു. അതിലപ്പുറത്തേക്ക് നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷേ ദർ ആർ കോളേജസ് ലൈക്ക് യു വിച്ച് പ്രൊവൈഡ് ഇന്റേൺഷിപ്പ്, ദർ ആർ അക്കാഡമീസ് വിച്ച് പ്രൊവൈഡ് ഇന്റേൺഷിപ്പ്, ഏജൻസി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോഴ്സാണോ ഇവർ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനൊരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്ത് ഇവർക്ക് ഇതുപോലത്തെ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ ദെൻ വൈ ഗോ ഫോർ യൂസ്ലെസ് ഓപ്ഷൻസ്, അത്രയേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഇൻഡസ്ട്രി റെഡി എക്സ്പീരിയൻസ് കിട്ടുന്ന പഠിച്ചു കഴിയുമ്പം തന്നെ ഒരു ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ മൈൻഡ് സെറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു തിങ്കിങ് മൈൻഡ് സെറ്റിലേക്ക്, ഒരു തിങ്കർ മൈൻഡ് സെറ്റിലേക്ക് ഒരു കുട്ടിക്ക് ഡെവലപ്പ് ആയിട്ട് വരാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഒരു പേപ്പർ കഷ്ണമുള്ള കോഴ്സിന് മാത്രം പഠിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സ്റ്റുഡൻസിന് അറിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അവര് ഇതിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്റേൺഷിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ഇന്റേൺഷിപ്പിലും ഒരുപാട് സ്കാം ഉണ്ട്. അതായത് മനസ്സിലായോ? അപ്പോൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പെയ്ഡ് ഇന്റേൺഷിപ്പ് കൊടുക്കണം എന്നാണ് കമ്പനികളോട്. ഇപ്പം നമ്മൾ ആ ലെവലിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ലെവലിൽ കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിനെ അവർ ഇന്റേൺഷിപ്പിന് എടുക്കണം എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് ഞാൻ പറയണം. ആ ലെവലിലേക്ക് നമ്മൾ കോളേജിനെ വളർത്തണം. അതായത് സ്റ്റുഡൻസ് ക്വാളിറ്റി അതുപോലെ നമ്മൾ ബെറ്റർ ആകുമ്പോഴാണ് നമുക്കിത് ആവശ്യപ്പെടുക. പക്ഷെ കമ്പനികൾക്ക് അതൊരു പ്രശ്നമല്ല. കാരണം കമ്പനികളെ സംബന്ധിച്ച് ബെസ്റ്റ് ടാലൻസിനെ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ. നമ്മൾ ആയിരിക്കും ജോലി കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ശരിക്കും കമ്പനികൾക്ക് നല്ല ടാലൻസിനെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾക്ക് ജോലി കിട്ടുന്നതിനേക്കാൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഒരു കമ്പനിക്ക് നല്ല ടാലൻസിനെ കിട്ടുക എന്നുള്ള ആവശ്യം. അപ്പോൾ കമ്പനികൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ തയ്യാറാണ്. പക്ഷെ അവർക്ക് ഇതേപോലെയുള്ള എന്താ പറയുക ആസ്പയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഫോക്കസ് ചെയ്ത് ഒരു പാഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരെ അവർക്ക് കിട്ടുന്നില്ല. അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ വെറുതെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കലല്ല. ആക്ച്വലി ഫസ്റ്റ് ഡേ 1 മുതൽ അവരെ നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണോ അവർ ഇൻറ്റേൺഷിപ്പിന് പോയി ചെയ്യേണ്ടത് ആ ഇൻഡസ്ട്രി നോളേജ് ഫസ്റ്റ് ഡേ മുതൽ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആ ട്രെയിൻ ചെയ്ത് അവരെ ടാസ്ക് ഓറിയൻറ്റഡായി പഠിപ്പിച്ച് വളരെ എക്യുപ്ഡ് ആയിട്ടാണ് നമ്മൾ അവരെ ഇൻറ്റേൺഷിപ്പിന് വിടുന്നത്. ഇപ്പോൾ വലിയ കമ്പനികളിലെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരാളെ തള്ളിക്കയറ്റി ഇൻറ്റേൺഷിപ്പ് ചെയ്ത ആ കമ്പനി പോയിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് കാണിച്ചാൽ, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ അസൈൻമെൻറ്റ്സ് അവർ ചെയ്തില്ലെങ്കിൽ അത് കോളേജിനാണ് പ്രശ്നമായിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ ശരിക്കും മുന്നൊരു ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് കുട്ടികളെ ഞങ്ങൾ ഇന്റേൺഷിപ്പിന് വിടുന്നത്. അതായത് 1 year ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പം ഈ 2 സെമസ്റ്ററിലും നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എക്സാം കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് കൂടി നടത്തും ഇവർ ഓക്കെ എന്നറിയാൻ. എന്നിട്ട് കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് വിടും. അപ്പോൾ അവർക്കും നല്ലതാണ്. കാരണം അവരെ സംബന്ധിച്ച് ഈ എല്ലാ ഇയറിലും ഇപ്പം ഫസ്റ്റ് ഇയറിൽ ഇന്റേൺഷിപ്പ് കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് സെക്കൻഡ് ഇയറിലും വിടുക. അപ്പം ആ സ്റ്റുഡൻറ്റും ആ കമ്പനിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. അവിടുത്തെ ട്രെയിനേഴ്സിനും ആക്ച്വലി ഇവരായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. ഇവർ തന്നെ അവരുടെ അടുത്ത് പറയും അടുത്ത വർഷം ഞാൻ ഇവിടെ തന്നെ വരണം, പ്ലേസ്മെൻ്റ് ആകുമ്പോഴും ഇങ്ങോട്ട് തന്നെ വരണം. അങ്ങനെയുള്ള നല്ല കമ്പനികൾ, അതായത് ഇപ്പോൾ ലിറ്റ്മസ് പോലുള്ളൊക്കെ കമ്പനി എന്ന് പറഞ്ഞാൽ അവരാകെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ മാത്രമേ റിക്രൂട്ട്മെൻ്റ് ഉള്ളൂ. പക്ഷേ അവർ പോലും അവരുടെ ട്രെയിനേഴ്സിന് പോലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത്
ഇവിടെ തന്നെ പ്ലേസ്ഡ് ആവണം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അതൊരു ബോണ്ടിങ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇനി അവരായിട്ടും ഞങ്ങൾ ഇപ്പോൾ പല കമ്പനികളായിട്ടും നമ്മളൊരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഒരു സ്ട്രക്ചറിലേക്ക് വരണമെന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഒരു 3 years ആയിട്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രി നോളജ് കൂട്ടണ കാര്യം. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു കോളേജുകളൊന്നും, അതായത് ഇപ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻഡർ കോളേജിനെ ചലഞ്ച് ചെയ്യാൻ ഇപ്പോൾ വേറൊരു കോളേജ് നിങ്ങൾ കാണിച്ചു തന്നു. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന, അതായത് ഇപ്പോഴും വേറൊരു കോളേജും ഈ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ചെയ്ത് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടോ ഇനി ഒരു 10 കോളേജ് തുടങ്ങിയാലും ഇതിന് മാർക്കറ്റുണ്ട്. വെച്ചാൽ 10 കോളേജുകാർ ഇത് ചെയ്താലും നമ്മുടെ സ്റ്റുഡൻസിന് നല്ലതാണ്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതുപോലത്തെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാ വെറുതെ യൂസ്ലെസ് കോഴ്സസ് പഠിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ഒരു കുട്ടിക്കും അറിയില്ല. വെറുതെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിന് പോകുന്നു, പഠിക്കുന്നു, 4 കൊല്ലം കുത്തിരുന്ന് പുസ്തകം വായിക്കുന്നു, പിന്നെ 2 കൊല്ലം ജോലി അന്വേഷിച്ച് നടക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ വൈ ദേ ആർ ഇൻ ടു ദിസ് എന്നുള്ളൊരു സാധനം, അത് ഒബ്വിയസ്ലി റിയൽ വേൾഡ് എക്സ്പോഷറിൽ മാത്രമേ ഇവർക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് പലരും മനസ്സിലാക്കുന്നുമില്ല. അപ്പം നമ്മളൊരു കുട്ടീനെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ ആസ് എ കോളേജ് നിങ്ങൾ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് പാനലിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർക്ക് എന്തുകൊണ്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ, ലൈക്ക് ഇവർ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച് പുറത്തേക്ക് വിടുവാണ്. അപ്പോൾ ഇങ്ങനെ വിടുമ്പോൾ കുറേ പൈസ വാങ്ങി വെക്കാന്നല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിൽ നമ്മൾ ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള ലെവലിലേക്ക് എന്തെങ്കിലും ഒക്കെ അഡ്വാൻസ്മെന്റ്സ് ഇവർക്ക്, കാരണം ടെക്നോളജിയൊക്കെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലമാണ്. പല രീതിയിൽ നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിലൊരു ചെറിയ തരി പോലും ട്രൈ ചെയ്യാത്ത അല്ലെങ്കിൽ കൊണ്ടുവരാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ഞാൻ എനിക്ക് എന്തിനാ ശരിക്കും ഇവരൊക്കെ കോഴ്സസ് കൊടുക്കുന്നത്? നമ്മളൊരു കുട്ടീനെ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നമ്മൾ കോളേജിനെ വിശ്വസിച്ചിട്ട് വന്നതായിരിക്കും. ആ കുട്ടി ഒരു കോഴ്സ് വിശ്വസിച്ച് പഠിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങി സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആ കുട്ടിക്ക് കണ്ടെത്താനുള്ള രീതിയിൽ എന്തെങ്കിലും ആ കുട്ടി പഠിക്കുന്ന കോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ റിയൽ വേൾഡിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, റിയൽ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ ഇവർ പഠിക്കുമ്പോൾ തന്നെ ഇവർ മനസ്സിലാക്കാണ്, ഓക്കെ ഇന്ന് വരെ ഈ തിയറി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഓക്കെ ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ദേ ഗോട്ട് ദാറ്റ് എക്സ്പോഷർ എന്നുള്ള സാധനം. അപ്പോൾ പണ്ടത്തെ കുട്ടികൾ, എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് അബ്രോഡ് സ്റ്റഡിയിലൊക്കെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ അതായിരുന്നു, എക്സ്പോഷർ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു കോളേജസ് ഇഫ് ദേ കം ഫ്രം ലൈക്ക് ദിസ്, ഭയങ്കരമായിട്ട് ഇവർക്ക് എല്ലാ ഇൻഡസ്ട്രി എക്സ്പോഷർ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കും. അപ്പോൾ ആ ഒരു ചാൻസസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ലൈക്ക് ഇത്രയും കുട്ടികൾ ഇൻഡസ്ട്രി റെഡി ആയിട്ട് പുറത്തിറങ്ങുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ കമ്പനീസിന് ഒരിക്കലും ടാലൻറ്റിനെ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ബിക്കോസ് ദേ ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്, ദേ നോ വാട്ട് ടു ഡു. അപ്പം ഒബ്വിയസ്ലി ഇൻഡസ്ട്രിക്ക് വേണ്ടത് പണി അറിയുന്ന ആൾക്കാരെയാണ്, ഒരിക്കലും പഠനം കഴിഞ്ഞ് സ്റ്റക്കായി നിന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരെ എല്ലാവർക്കും വേണ്ടത്. അപ്പം ആ ഒരു ലെവലിലേക്ക് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട കാര്യം. ഇപ്പം മെൻഡർ കോളേജിലല്ല കേട്ടോ, ഞാൻ അല്ലാതെ തന്നെ സ്റ്റുഡൻസ് വേറെ ഏത് കോഴ്സിന് ജോയിൻ ചെയ്താലും എനിക്ക് തോന്നുന്നു അവർ ഒരു എക്സ്ട്രാ കോഴ്സ്, അതായത് ഇൻഡസ്ട്രിക്ക് റെലവൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു അഡീഷണൽ കോഴ്സ് അവർ അവരുടെ യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലൈവ് പ്രൊജക്റ്റുകൾ, സ്വന്തമായിട്ട് പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ സ്റ്റുഡൻസിനോട് പറയാറുണ്ടോ? ഏൺ ചെയ്ത് പഠിക്കാനൊക്കെ പറയാറുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്ത് അത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഞാൻ പറയില്ല, നമ്മൾ ആ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരുടെ കുറേ കാര്യങ്ങൾ ഇവരിനെ ചെയ്യുക, അത് പല രീതിയിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് എബിലിറ്റി വരും. ഇപ്പം ഞാൻ തന്നെ കുട്ടികളോട് പറയാറുണ്ട്, ദർ ആർ സ്റ്റുഡൻസ്, പല കുട്ടികളും ഉണ്ട്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാലമായത്. ഈവൻ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ചെറിയ ബിസിനസ്സസ് ആണെന്നുണ്ടെങ്കിലും പല കുട്ടികളും ഇതിലേക്ക് ഇറങ്ങുന്ന കുട്ടികളുണ്ട്. സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ച് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പല രീതിയിലും ഏൺ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഇവർ ഏൺ ചെയ്ത് തുടങ്ങുമ്പം
ദേ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഏർണിങ്, അല്ലെങ്കിൽ അവരുടെ ആ എഡ്യൂക്കേഷൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവും. അവർ എന്തിന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്വിയസ്ലി ഇത് ഭയങ്കരമാണ്. അത് ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഡോണ്ട് വെയിറ്റ് ഫോർ, അതായത് നമ്മൾ ഇന്നാൾ ഞാൻ ഏതൊരു ന്യൂസിൽ വായിച്ചിരിക്കുന്നു, നമ്മുടെ കേരളത്തിലാണോ ഇന്ത്യയിലാണോ എനിക്ക് ഓർമ്മയില്ല, ഏറ്റവും യങ്ങസ്റ്റ് കോടീശ്വരൻ ഒരു 23 വയസ്സുള്ള ഒരാളാണ്. അപ്പം ഇപ്പോഴും നമ്മളൊന്നുമില്ല, പല ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാ ഓക്കെ കുറേ കാലം കഴിയട്ടെ. അപ്പം ദർ ആർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആൾക്കാർ ചെറിയ പ്രായത്തിലെ അവർ പാത്ത് കണ്ടുപിടിച്ച് അതിലേക്ക് ഇറങ്ങി അതിൽ ഏൺ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടേതായ പൊസിഷൻ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്, പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അധികം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും വളരെ നല്ല രീതി അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പം നമുക്കൊക്കെ അറിയാം, ഇവനൊരു സ്ഥലത്തൊരു വാക്കിൻ ഇൻ്റർവ്യൂ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാള് നിറച്ച ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ വെയിലത്ത് ക്യൂ നിന്ന് വരെ ജോബിന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് സം എക്സ്ട്രാ സ്കിൽസ്, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വേൾഡിൽ നമുക്ക് ഒബ്വിയസ്ലി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ലൈവ് പ്രൊജക്ട്സ് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ കിട്ടും ഒബ്വിയസ്ലി. അപ്പോൾ അത് ഞാൻ പറയാം, ഇപ്പം നിങ്ങളുടെ കോളേജിൽ പഠിച്ചിറങ്ങുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് ഇപ്പോൾ CS ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ CS സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ കുട്ടിക്ക് സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യണം എന്നറിയുന്നൊരു കുട്ടിയായിരിക്കും. വേറൊരു കോളേജിൽ ഒരു കുട്ടി പഠിച്ചിറങ്ങുന്നു, അവർ തിയറി മാത്രം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഈ രണ്ട് കുട്ടികളും ഒരു ഇൻ്റർവ്യൂവിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ എക്സ്പോഷർ കിട്ടിയ കുട്ടിക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമാണ്. അത് എത്ര കാലം നമ്മളുടെ ആൾക്കാർ മനസ്സിലാക്കുന്നു അത്ര വേഗം ആൾക്കാർ നന്നാവും. അത് എവിടെ പഠിച്ചാലും അവർ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് റിയൽ വേൾഡ് ഒരു പരിധി വരെ. പക്ഷെ എല്ലാ കോളേജുകളും ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്നുള്ളതാണ് സത്യം അല്ലേ. പക്ഷേ സ്റ്റുഡൻസ് ഇപ്പം സെലക്ട് ചെയ്ത് നമ്മുടെ കോളേജിലൊക്കെ വരുന്നവർ അത് വേണമെന്ന് ആഗ്രഹിച്ച് വരുന്ന സ്റ്റുഡൻസ് ആണോ കൂടുതലും വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതും ഒരു സ്കാം പോലെയാണ്. ഇപ്പോൾ ഈ ആഡ് ഓൺ കോഴ്സ് എന്ന് പറഞ്ഞാലും ആഡ് ഓൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യും, പക്ഷെ അത് ഒരു 1 hour അല്ലെങ്കിൽ 2 hour വീക്കിലി ഒരു പ്രോഗ്രാമായിട്ട് അതങ്ങ് നടത്തിപ്പോവും. ഇപ്പം ഇതിൽ പറയാൻ വേണ്ടി പറയുന്നില്ല, ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാം എങ്കിലും പറയാം. പക്ഷേ പിന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ പ്രോഗ്രാംസ് ഇല്ല. ഇപ്പോൾ ഇപ്പം കുറേ പ്രോഗ്രാംസിനോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് പിള്ളേർ. കുറേ ഫെസ്റ്റിവൽസും DJസും ഒക്കെ ഈവൻസ് അതൊക്കെ നടത്തിയ അത് മാത്രമുള്ള സ്ഥലങ്ങളിൽ കുറേ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ പറയും ലൈഫ് 4 വർഷത്തേക്ക് പ്രോഗ്രാം നടത്തി വെക്കണോ അതോ 40 വർഷം ലൈഫ് സെറ്റിൽ ആവണോ? +2 കഴിഞ്ഞ ശേഷം സ്റ്റുഡൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്തായിരിക്കും? മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, സ്റ്റുഡൻസ് വേറൊരു പ്രോബ്ലം കണ്ടിട്ടുള്ളത് വീട്ടിനടുത്ത് തന്നെ ഒരു കോഴ്സ് എന്നുള്ളൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളത് അതിൻ്റേതായിട്ട് ജോബ് കിട്ടുമ്പോഴും വീടിനടുത്ത് കിട്ടും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതിനോട് എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി കോഴ്സ് ഏതാണ്, സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കുന്നത്, ദൂരെയാണോ, ഇതൊന്നും അല്ല തീരുമാനിക്കുന്നത്. ഇഫ് യു ആർ ഫ്യൂച്ചർ റെഡി, നിങ്ങൾക്ക് ആ ഒരു കോഴ്സ്, അതിപ്പോൾ ഏത് കോളേജിലാണെങ്കിലും, അത് വീടിനടുത്താണെങ്കിലും വീട്ടിൽ നിന്ന് ദൂരെയാണെന്നുണ്ടെങ്കിലും ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗോ ഫോർ ദ കോഴ്സ്. അല്ലാണ്ട് അത് അടുത്താണോ ദൂരെയാണോ ഇതൊന്നും നമുക്ക് ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ 4-5 കൊല്ലം കഴിഞ്ഞ് ജോലി കിട്ടാതിരിക്കുമ്പോഴോ ആരും ആലോചിക്കില്ല. ദ തിങ് ഈസ് നമ്മളുടെ ലൈഫ് നമ്മൾ സെറ്റിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോൾ അടുത്ത് തന്നെ കിട്ടണം, ഇവിടെ തന്നെ പഠിക്കണം, ഇതൊന്നും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് നമ്മളുടെ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക, അതിൻ്റെ ഒരു സർവേലൻസ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇവർക്ക് ചെയ്യാൻ പറ്റും. ടേക്ക് റിസ്ക്, അല്ലെങ്കിൽ ഗോ ഫോർ ദാറ്റ്, ഗോ ഫോർ യുവർ വിഷ് എന്നുള്ള സാധനം. ഇപ്പോൾ സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് കാണുന്ന എൻ്റെ ഈ 2 മുട്ടും ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഞാനാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ബിലീവ് എനിത്തിങ് ഇസ് പോസിബിൾ ഫോർ എവ്രി വൺ. നമ്മളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇഫ് യു ബിലീവ് ഇൻ അവർ സെൽഫ് യു ക്യാൻ ഡു സംതിങ്, പിന്നെ ഒരാൾക്കും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ പൊട്ടൻഷ്യൽ, അപ്പോൾ ഞാനൊക്കെ ഇത് ചെയ്ത സമയത്ത് എന്നെ
നന്നായിട്ട് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈവൻ ഇൻ മൈ റിലേറ്റീവ്സ് വരെ എന്നെ നന്നായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്നെ താഴ്ത്തി പറഞ്ഞ ആൾക്കാരുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ ബിലീവ്ഡ് ഇൻ മൈസെൽഫ്. ഐ തോട്ട് ഐ ക്യാൻ ഡു ദിസ്. അവർ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കളത്തിലിറങ്ങി കളിക്കാൻ പറ്റാത്തൊരു പുറത്തിരുന്ന് ചളി വാരി എറിഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ അതേപോലെയാണ് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ഞാൻ ബിലീവ് ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. ഇഫ് യു ഹാർഡ് വർക്ക് ഫോർ ദാറ്റ്, നമ്മൾ അതിന് വേണ്ടി കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുമില്ല. അപ്പം അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, സോ ഇഫ് യു ഹാവ് എ ഡ്രീം ലൈക്ക് ദാറ്റ്. ഇപ്പോൾ പല ആൾക്കാർക്കും ഇതിൽ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, റിലേറ്റീവ്സ് എന്ത് പറയും, ഇതാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ട ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും നമുക്ക് ചിലവിന് തരുന്നില്ല. എൻ്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ. നിങ്ങളാരും എനിക്ക് ചിലവിന് തരുന്നില്ല. സോ വൈ ഷുഡ് ഐ കെയർ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാറ്റർ ചെയ്യുന്നത് എൻ്റെ പാരൻസ്, എൻ്റെ ഫാമിലി. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരാളും എന്നെ ഒരിക്കലും മാറ്റർ ചെയ്യുന്നില്ല. സോ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്, യു ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ആലോചിക്കുക, നിങ്ങളുടെ ഹാപ്പിനെസ് ആലോചിക്കുക. നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. സോ ഇഫ് യു ഹാവ് ദാറ്റ് വൺ ലൈഫ്, ആ ഉള്ള ജീവിതം ഏറ്റവും മാക്സിമം എഫക്റ്റീവായിട്ട് നമുക്ക് അത്രയും വർത്തായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് ജീവിക്കുക എന്നുള്ളതാണ്. അതിനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ അത് കോണ്ടന്റ് ക്രിയേഷൻ ആവാം, പല രീതിയിലുള്ള ബിസിനസ്സസ് ആവാം. ഇപ്പം പല ആൾക്കാരും വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ലൈക്ക് വിമൺ ബിസിനസ്സിലേക്ക് വരിക, അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിലിരിക്കുന്ന വിമൺ ബിസിനസ്സിലേക്ക് വന്ന് ദേ കമ്മിങ് ഫോർവേഡ് എന്നുള്ളത് ഒരിക്കലും ഒരു ഫെമിനിസം അപ്രോച്ച് അല്ല കേട്ടോ. പക്ഷേ നമ്മൾ പറയുമ്പം പണ്ടത്തെ കാലങ്ങളിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വിമൺ സ്റ്റാൻഡിങ് ഹൈ, അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആയിട്ട് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ നത്തിങ് ഷുഡ് സ്റ്റോപ്പ് അസ്. അത് ഒരു കാരണങ്ങളും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളാണ്, നമ്മുടെ ലൈഫാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ഗ്രേറ്റ് ആൻസർ. കൈയടി. സോ 10 റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. മാർക്സ് ആണോ സ്കിൽസ് ആണോ? സ്കിൽസ്. സേഫ് കരിയർ ആണോ ഗ്രോത്ത് കരിയർ ആണോ? ഗ്രോത്ത് കരിയർ. ഡിഗ്രി ആണോ എക്സ്പോഷർ ആണോ? ഡിഗ്രി പ്ലസ് എക്സ്പോഷർ. തിയറി ആണോ റിയൽ പ്രൊജക്റ്റ് ആണോ? റിയൽ പ്രോജക്റ്റ്. പേരൻസ് ഡിസൈഡ് ചെയ്യണോ സ്റ്റുഡൻസ് ഡിസൈഡ് ചെയ്യണോ? സ്റ്റുഡൻസ് ഒബ്വിയസ്ലി. ഫ്രണ്ട്സിനെ ഫോളോ ചെയ്യണോ ഓൺ പാത്ത് ചൂസ് ചെയ്യണോ? ഇത് ശരിക്കും ചോദിക്കാനേ പാടില്ലാതാണ് എൻ്റെ അഭിപ്രായം. ചോദിക്കുന്നവരെ തല്ലതാണ് എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയാറുള്ളത്. ഒബ്വിയസ്ലി ഇറ്റ്സ് യുവർ ഓൺ ഡെസിഷൻ. ഓക്കെ. കോൺഫിഡൻസ് ആദ്യം വേണോ ചെയ്താൽ വരുമോ? ആദ്യം വേണം, ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഇന്റേൺഷിപ്പ് വേണോ ഫൈനൽ ഇയർ മതിയോ? ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങണം. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണോ ബിൽഡ് ചെയ്യണോ? ബിൽഡ്. ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് കോഴ്സാണോ മൈൻഡ് സെറ്റ് ആണോ? മൈൻഡ് സെറ്റ്. താങ്ക് യു. ഗ്രേറ്റ് ആൻസേഴ്സ്. 10 out of 10. അപ്പം അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും, ഞാൻ കേരളത്തിൽ ആരാണ് എഡ്യൂക്കേഷണൽ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ളത്? അതായത് നമുക്ക് ഇപ്പം നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ഇതിന് ആധികാരികമായിട്ട് ഇപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്രയും കൃത്യമായിട്ട് പറയാൻ പറ്റണ്ടേ? അങ്ങനെയുള്ള ആൾക്കാരില്ല ആക്ച്വലി എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസേഴ്സ്. അത് ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് തന്നെ ചില ടീച്ചേഴ്സ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഇപ്പം അടുത്തൊരു കുട്ടി ആത്മഹത്യ ചെയ്തു, ഒരു നിതിൻ രാജ് അവൻ. അപ്പോൾ ആ ടീച്ചേഴ്സൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും ടീച്ചർ എന്ന വാക്കിനെ ശരിക്കും അവിടെ ഒരു എന്താ പറയുക, റെലവൻസ് ഇല്ലാത്ത പോലെയാണ് അവരുടെ ഒരു ആക്ട്. ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ടീച്ചേഴ്സിന് നമ്മളോട് അസൂയ കേട്ടോ, നമ്മൾ ടെക് ടീച്ചേഴ്സിനോട്. അവർ വന്നിട്ട് പറയുമോ ഞങ്ങൾ ഇത്രയും പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര ആലോചിച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചത് ഒരുമാതിരി തിയറി കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ഇട്ടുതരിക എന്നുള്ളതിന് പുറമെ കുട്ടികളെ ഭയങ്കര രസമായിട്ട് അവരതിലേക്ക് കഥയൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി പഠിപ്പിക്കുമ്പോൾ ദി ഫീൽ ലൈക്ക്, ഇപ്പം എൻ്റെ അടുത്ത് കുട്ടികൾ പറയാറുണ്ട്, ഞങ്ങളുടെ ഒരു ചേച്ചി പറയും പോലെയാണ് നിങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളല്ല കേട്ടോ, വലിയ ആൾക്കാർ വരെ വന്നിട്ട് പറയും, ഒരു എൽഡർ സിസ്റ്റർ ഫീലാണ് അവർക്ക്. അപ്പം ഇന്നാളെ ഞാൻ ജെമിനിയിൽ ഹൂ ഈസ് ഐദ ഞാനല്ല എൻ്റെ ഫ്രണ്ട് ഹൂ ഈസ് ഐദ റൈസലിന് അടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ജെമിനി കൊടുത്തതാണ്, ഷീ ഈസ് വെരി നോൺ ഫോർ ഹെർ കട്ട മോട്ടിവേഷൻ ആൻഡ് ഷീ ഹാസ് എൻ എൽഡർ സിസ്റ്റർലി ഫീലിംഗ് വിത്ത് ഹെർ ഫോളോവേഴ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ആൾക്കാർ പറയുന്ന സാധനം ഈവൻ AI വരെ ടേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ക്രിയേറ്റ് സച്ച് എൻ ഇമ്പാക്ട് ഇൻ പീപ്പിൾ എന്നുള്ളത്.
ഇപ്പം ഞാൻ കോളേജിൽ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യും. എന്നുവെച്ചാൽ ഫൈനൽ ഇൻ്റർവ്യൂ ഞാൻ എടുക്കും. അപ്പം മിക്കവാറും ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതായിരുന്നു. അപ്പോൾ അവർ ഒരു ടീച്ചറിൻ്റെ മോഡൽ പറയും, ആ ടീച്ചറെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ചോദിക്കും. ഇത് രണ്ടും എന്നെ സംബന്ധിച്ച് റെലവൻ്റാണ്. കാരണം ഇവരെങ്ങനെയാണ് ഇവരുടെ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കതിൽ നിന്ന് കിട്ടും കുറച്ച്. അപ്പം നമ്മളിപ്പോൾ മെൻറ്ററിങ് എന്ന് പറയുന്നത് അതിലൊക്കെയാണല്ലോ ഉള്ളത്. അതെ, ഓഫ് കോഴ്സ്. ഈ ശരിക്കും ടീച്ചർ എന്നുള്ളൊരു സാധനത്തിൽ ആകെ ദ പേഴ്സൺ ഹു ടീച്ചർ സംതിങ് ആണ്. ശരിക്കും ടീച്ചർ ഷുഡ് ബി ദെയർ മെൻറ്റർ. അവിടെ നമ്മൾ പറയാറുണ്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹോമാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ടീച്ചർ ഷുഡ് ബി അവർ സെക്കൻഡ് പാരൻസ്. ആ ഒരു ലെവലിലുള്ളൊരു മെൻറ്റർഷിപ്പ്, ഒരു കമ്പാഷൻ കുട്ടികളുടെ അടുത്ത്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് അതിന് കൊണ്ടുവരാൻ പറ്റും. സോ ശരിക്കും ടീച്ചേഴ്സിന് കുട്ടികളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. എനിക്കൊന്ന് മേ ബി എൻ്റെ വീഡിയോസ് റീച്ച് ആയതും എനിക്ക് ഫോളോവേഴ്സ് കിട്ടുന്നതും എനിക്ക് ആ ടീച്ചർ ലേബലിൽ ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഫീലിൽ അവർക്ക് അവരുടെ പാരൻറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സിബ്ലിങ് പറയുന്നൊരു ഫീൽ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട് കുട്ടികളുടെ അടുത്ത്, ഞാൻ എൻ്റെ കുട്ടീനോട് എങ്ങനെയാണോ പറയുന്നത്, ഇപ്പോൾ ചില കുട്ടികൾ മിസ് ചീത്ത പറയുന്ന പോലെ പറയാം, അപ്പം എൻ്റെ കുട്ടീനോട് ഞാൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്. സോ ഐ വോണ്ട് യു ടു ബി, അല്ലെങ്കിൽ ഐ സീ യു ആസ് മൈ ചിൽഡ്രൻ. അപ്പം നമ്മളുടെ മക്കളോട് നമ്മൾ പറയുന്ന രീതിയിലാണ് നമ്മൾ ശരിക്കും കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക്, ഒരു പരിധി എന്നില്ല, ഒരു 95% വരെ നമുക്ക് കുട്ടികളെ ഒരു നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള മെയിൻ പ്രശ്നം അതാണ്. ഇവർക്ക് ആ ഒരു ലെവലിലുള്ളൊരു മെൻറ്ററോ അല്ലെങ്കിൽ പാരൻസോ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ ടീച്ചേഴ്സോ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റോ ഒക്കെ വളരെ കുറവാണ്. ഇവർ മെയിനായിട്ട് എടുക്കുന്നത് സൊസൈറ്റിയിൽ ഇതുപോലെ അവർ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്നാൽ സൊസൈറ്റിയിൽ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് പല കുട്ടികളും റോൾ മോഡലാക്കിയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ ആ കുട്ടികൾ നമ്മുടെ മക്കൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഇവരുടെ മെയിൻ ഇപ്പം സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ദർ ആർ മെനി ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് ഹൂ സ്പ്രെഡ് വെരി റോങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വെരി റോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അനുകരിക്കുക, അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം ലേൺ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടതെന്നുള്ളത് ആദ്യം പഠിക്കുക, അവരെ ഫോളോ ചെയ്യുക, അവരെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ലൈഫിലേക്ക് ടേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വെറുതെ നമ്മൾ എന്തോ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ജീവിച്ച് തീർന്നു പോയിട്ട് കാര്യമൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്തു വെച്ചതും അല്ലെങ്കിൽ നമ്മളുടെ കരിയർ മാത്രമാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുക. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഗീവ്സ് യു ദ വർത്ത് ഓഫ് ലൈഫ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഈ എൻ്റർടൈൻമെൻറ്റും ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞ് നാളെ കോണ്ടന്റ് കഴിയുമ്പോൾ അതൊക്കെ തീരും. അൾട്ടിമേറ്റ്ലി നമ്മളിത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ലെവലിലോട്ട് എത്തുകയില്ല, എന്നാൽ നമ്മൾ ചെയ്യുന്നത് മൊത്തം തെറ്റുമായിരിക്കും. നമ്മൾ എടുത്ത കാര്യങ്ങളും നമുക്ക് ലൈഫിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം പോലും തരാത്ത കാര്യങ്ങളായിരിക്കും. സോ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഇഫ് യു ആർ കൺസ്യൂമിങ് സംതിങ് that should give you an impact അല്ലെങ്കിൽ that should bring a change in ourselves in your life. Okay. ഇപ്പം ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ് നേരത്തെ പറഞ്ഞത്. കാരണം അങ്ങനെയുള്ള ആൾക്കാരില്ല. ഒന്ന് ആൾക്കാർക്കും, അതായത് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെയും ഒരു ധാരണ എനിക്ക് തോന്നുന്നു അതിനൊന്നും വലിയ ഫോളോവേഴ്സിനെ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് വേറെ കാര്യങ്ങൾക്കാണല്ലോ മാസ് ഓഡിയൻസ് ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾക്കൊക്കെ തന്നെ കുറച്ച് ഇത് തന്നെ ഒരു ബിസിനസ്സായിട്ടും ലാർജ് സ്കെയിലിലും ചെയ്താൽ അത്രയും സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ആക്സിഡൻ്റൽ പ്രൊഡ്യൂസറാന്ന് പറയും സ്റ്റാർട്ടിങ്ങിൽ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം ലൈഫിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം എന്ന് മാത്രമാണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ടല്ലോ. പക്ഷെ പണ്ട്, അതായത് ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മൂവീസാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. അപ്പോൾ മൂവീസിലെ ഹീറോസ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ അതിലെ ക്യാരക്ടറുകൾ വെച്ചിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയാണ് മൂവി കൊണ്ട് നമ്മൾ ശരിക്കും നമുക്ക് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് വന്നത്. ശരിക്കും അങ്ങനെ ഒരു ഇൻസ്പയറിങ് മൂവി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ലൈഫിൽ എപ്പോഴെങ്കിലും എടുക്കണമെന്നേ ഉള്ളൂ. അത് എനിക്ക് ആ പ്രായത്തിലൊന്നും എടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ലൈഫിൽ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു, 1983 എന്ന സ്റ്റോറി. അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് എടുക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഈ ഫീൽഡിലോട്ട് വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ അതിനൊക്കെ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം. പ്രത്യേകിച്ചും ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പം ഇത്രയും നല്ല ഓറയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര ഇപ്പോൾ ഫ്ലുവൻ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വാക്കുകളുടെ സ്ഫുടത എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ല, നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു ദിവസം ഒരു 0.1% ഇമ്പ്രൂവ് ആയാൽ മതി എന്നാണ്. സോ ഐ ഡു ദാറ്റ് എവറി ഡേ. ലൈക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ നമ്മൾ നാളെ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യങ്ങളിൽ തന്നെ ഞാൻ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ പല റൂട്ടീനിലാണെങ്കിലും പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മളത് ഒരിക്കലും ഒരാൾക്കും ഓവർനൈറ്റ് ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇഫ് യു കീപ് ദാറ്റ് ഡൂയിങ് എവറി ഡേ, ഇഫ് യു കീപ് ദാറ്റ് ഡൂയിങ് കൺസിസ്റ്റൻ്റ്ലി, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു 2 years കൊണ്ടാണ് ഇതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കേൾക്കുന്നേ ഉള്ളൂ. 2 years കൊണ്ടാണ് ഇത്രയും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ലൈഫിൽ ഈ 2 years മുന്നേ ഉള്ള കാര്യമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്? കാരണം അത്രയ്ക്കുള്ള ചലഞ്ചസും ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചലഞ്ചസിൽ ശരിക്കും എനിക്ക് ഒരു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി എനിക്കുണ്ട്. അത് ശരിക്കും പറയാൻ പറ്റാണ്ട് വയ്യ. ലൈക്ക് എൻ്റെ ഗ്രോത്തിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇത് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പ്രിവിലേജ്ഡ് ആൾക്കാരുണ്ട് എന്ന് പറയുന്നത്, പ്രിവിലേജ്ഡ് എന്നല്ല കേട്ടോ, സ്വന്തമായിട്ട് നമുക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ദർ ആർ മെനി ഫാക്ടേഴ്സ്. അത് വളരെ നോംസിൽ അല്ലെങ്കിൽ പല സോഷ്യൽ നോംസിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയി, എനിക്ക് മോനുണ്ടായി. അപ്പോൾ ഒരു 1.5 വർഷം ബ്രേക്ക് വന്നു. അതിനുശേഷമാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക്, ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ജോബ് വരുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ മോനെ നോക്കിക്കോളാം, ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ആ ഒരു ധൈര്യം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ ദിസ് ഈസ് ഫോർ ദോസ് പീപ്പിൾ ഹു ആർ ഇങ്ങനത്തെ ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, ഡ്രീംസ് ഉള്ള ആൾക്കാരാണ്, സ്വപ്നങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഫ്ലൈ ദെയർ വിങ്സ്. അവരുടെ ചിറകുകൾക്ക് എന്താ പറയുക, നിങ്ങളൊരു ജീവൻ കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ഉമ്മ ആണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ശരിക്കും നിലയിൽ എത്തിയതിന് എൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ ഉമ്മ ഇപ്പമായിരിക്കും. എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയായിരുന്നു, നീ ലൈഫിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നീ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് എൻ്റെ ഉമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ട് പറയായിരുന്നു. എൻ്റെ ഉപ്പയ്ക്കാണെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എവിടെയെങ്കിലും എത്തി. സ്റ്റിൽ എൻ്റെ ഉപ്പ ഭയങ്കര ഇതാട്ടോ, പോയി പറയും, ഇല്ല മാത്രമൊന്നും ആയിട്ടില്ല, ഇനിയും പോകാനുണ്ട് അങ്ങനെ പറയുന്ന ഒരു ടൈപ്പാണ്. ഇപ്പം എൻ്റെ ഉപ്പ ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ടോക്സിന് പോകുന്ന സമയത്ത് എൻ്റെ പോസ്റ്റർ വരുമ്പോൾ ലൈക്ക് അവരുടെ അടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പം അവർ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സംഭവം വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ വെരി പ്രൗഡ് ദാറ്റ് ദെയർ ചൈൽഡ് ഇസ് ഗ്രോയിങ് ലൈക്ക് ദാറ്റ്. അപ്പം ആ ഒരു സാധനം കിട്ടുക എന്നുള്ളത് അത് എല്ലാ പാരൻസിനും കിട്ടുന്നൊരു അനുഭൂതി എന്ന് ഞാൻ പറയും. അപ്പം ആ ലെവലിൽ എനിക്ക് എൻ്റെ പാരൻസിനെ പ്രൗഡാക്കാൻ പറ്റിയതിലും എൻ്റെ ഫാമിലീനെ പ്രൗഡാക്കാൻ പറ്റിയതിലും ഇപ്പം ഈവൻ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ഇടയ്ക്ക് പോകുന്ന സമയത്ത് ആൾക്കാരെന്നെ തിരിച്ചറിയുമ്പോൾ ഹീസ് അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഈവൻ നമ്മുടെ ഫാമിലീൻ്റെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ 4 ആൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ 4 ആൾ വന്നിട്ട് നമ്മളുടെ എന്താ പറയുക, മിസ്സിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പം എൻ്റെ ഉമ്മയപ്പൊക്കെ ദേ ഫീൽ ലൈക്ക് വെരി പ്രൗഡ്. അപ്പം അത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നൊരു സന്തോഷമുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും വി വോൺ ഇൻ ലൈഫ് എന്നുള്ളൊരു സാധനം. സോ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി വാട്ട് മേക്സ് യു ഹാപ്പി എന്നുള്ളതാണ്. അപ്പം വാട്ട് മേക്സ് മീ ഹാപ്പി ഈസ് മൈ ഗ്രോത്ത് ആൻഡ് സീയിങ് മൈ പീപ്പിൾ ഹാപ്പി. അപ്പോൾ അവരങ്ങനെ കാണുന്ന സമയത്ത് ഐ ഫീൽ റിയലി പ്രൗഡ്. അത് എല്ലാ ഐഡയുടെ എല്ലാ സ്റ്റുഡൻസിനും അത് ഉണ്ടാവട്ടെ, പ്രൗഡ് ഫീൽ, അവരൊക്കെ സക്സസ് ആയിട്ട് അവർക്ക് ആ പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവട്ടെ. ഒബ്വിയസ്ലി ഈ ചലഞ്ചസ് പറഞ്ഞതിൽ ഇത് ശരിക്കും ഞാൻ മോൻ ചെറുതായ സമയം മുതലാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ കൂടുതൽ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടൊക്കെ ചെയ്യാൻ, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനോ ഒക്കെ ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യുന്നത് മിക്കവാറും സൊസൈറ്റി ആയിരിക്കും. ഓഫ് കോഴ്സ് ആണ്. ഇപ്പം എൻ്റെ കേസിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ഈവൻ റിലേറ്റീവ്സ് തന്നെ വന്നിട്ട് പറഞ്ഞു, നീ എന്തോ ഒച്ചയില സംസാരിക്കുന്നേ, എന്തിനാ ഇങ്ങനെ വീഡിയോ ഇടുന്നേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാനൊന്നും മിണ്ടാറില്ല. ഞാൻ വിചാരിക്കും ഇവരാരും എനിക്ക് ചിലവിലായിരുന്നില്ല, വൈ ഷുഡ് ഐ കെയർ, മൈ ലൈഫ്, എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ പോരെ, ദെൻ വൈ ഷുഡ് ഐ കെയർ അബൌട്ട് ദം എന്നുള്ളത് മാത്രമാണ്. സോ
അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ബട്ട് ആ സമയങ്ങളിൽ ഞാനത് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ കുറേ പിന്നിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഐ കുഡ് ഡൂ ദിസ് എന്നുള്ളൊരു സാധനം. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ഐ വാസ് ലൈക്ക് ഓ ഐ ക്യാൻ ഡു എനിത്തിങ് എന്നുള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും മുന്നേ ചെയ്യാമായിരുന്നു തോന്നിയിട്ടുണ്ട്, സത്യമായിട്ടും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോസൊക്കെ റീച്ച് ആയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഓ ഇത്രയും കാലം എവിടെയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു, ഇതെനിക്ക് വൺഡേ ചെയ്തുകൂടായിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും എനിക്ക് റിഗ്രറ്റ് തരുന്നില്ല. ബട്ട് ഞാൻ തുടങ്ങിയല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എന്താ ഒരു വർത്ത് ഫീലിംഗ് ഫാക്ടർ. ഞാനത് ആസ് സൂൺ ആസ് പോസിബിൾ, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആക്കാണ്ട് അത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ എപ്പോഴും ഭയങ്കര പ്രൗഡായിട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ്. എന്നാലും ചലഞ്ചസ് കുറച്ചുകൂടി പറയണമായിരുന്നു. ശരിക്കും ചലഞ്ചസ് കുറവാണ് എനിക്ക്, വല്ലാണ്ട് ചലഞ്ചസ് ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഫാമിലീൻ്റെ അടുത്ത് നിന്ന് അത്രയും സപ്പോർട്ടുള്ളതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ എ പ്രോബ്ലം ഇൻ എനിവേ. എനിക്ക് ഇപ്പം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു സെൽഫ് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. അത് ഫസ്റ്റിൽ ഞാൻ ശരിക്കും ഞാൻ ഇരുന്ന് കരഞ്ഞൊരു ദിവസമുണ്ട്. ഞാൻ മോനൊക്കെ ഉണ്ടായി ഒരു ബാങ്കിലൊരു ദിവസം പോയിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് അവിടെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ 10th ഫുൾ A+ കിട്ടിയ ഒരാളാണ്, +1 ഫുൾ A+ ആണ്, +2 ഫുൾ A+ ആണ്, ഡിഗ്രി ഞാൻ ഡിസ്റ്റിങ്ഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ട് ഞാൻ ഒന്നും ആയിട്ടില്ല, ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു ബോധോദയം വരുന്നത്. ശരിക്കും നമ്മൾ ചില കംഫർട്ട് സോണിൽ എത്തിപ്പോവാന്ന് പറയുന്നൊരു സ്റ്റേജിലായിരുന്നു ഞാനൊക്കെ. ലൈക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹസ്ബൻഡ് നോക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ ഇത്രയും കാലം ഇതിനാണോ പഠിച്ചത്, അല്ലെങ്കിൽ ഇത്രയും കാലം ഇതിനാണോ കഷ്ടപ്പെട്ടത് എന്നുള്ളൊരു തോട്ട് വന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റ് മുതലാണ് ഞാൻ ശരിക്കും പിവട്ട് തിങ്കിങ്ങിലേക്ക് മാറിയത്. ആ സമയത്ത് മുതലാണ് എനിക്ക് കുറച്ച് ബോധോദയം വന്നതെന്ന് പറയാം. അതിനുശേഷം ഐ വാസ് ലൈക്ക് സെർച്ചിങ് ഫോർ എവറി ഓപ്പർച്യൂണിറ്റീസ്, സെർച്ചിങ് ഫോർ എനിത്തിങ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പോൾ അവിടുന്ന് മുതലാണ് ശരിക്കും ഞാൻ തുടങ്ങിയത്. അപ്പം അത് ചാലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് ഞാൻ തന്നെ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഒരുപാട് പഠിച്ച് അതുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൽ തന്നെയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഈവൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇപ്പം നമ്മുടെ കമ്പനിയിൽ തന്നെ വാക്കൻസി വരുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കും രാത്രി വരണ്ടേ, രാത്രി ക്ലാസ് എടുക്കണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ. സോ ഇതിൽ കുറേയൊക്കെ നമ്മൾ പെൺകുട്ടികളെ ബാക്കിലോട്ട് വലിക്കുന്നത് നമ്മളുടെ തന്നെ ഒരുമാതിരി ഇൻഫീരിയർ തോട്ട്സാണ്. ഇപ്പം ഞങ്ങൾ തന്നെ രാത്രി 2 മണി 3 മണി വരെ ലൈവ് എടുക്കുന്ന ദിവസങ്ങളുണ്ടാകാറുണ്ട് എക്സാമിൻ്റെ തലേന്നൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഡ്രൈവ് ചെയ്ത് വരാനൊക്കെ പേടിയായിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കുമായിരുന്നു. രണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് ഡ്രൈവ് ചെയ്ത് അങ്ങ് പോന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്. അപ്പം അന്ന് മുതൽ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരാൻ തുടങ്ങി. സോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഈസ് ഈസി. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഒബ്വിയസ്ലി നമുക്ക് ഏതറ്റം വരെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതൊരു എന്താ പറയുക, നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു കോൺഫിഡൻസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പാർട്ടാണ്. ശരിക്കും നമ്മൾ ആ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ആ ഒരു പോയിന്റിലേക്കുള്ളതായിരിക്കും. ഇപ്പം എനിക്ക് ഈവൻ ഇപ്പം എന്നെ ഒരു ആൾക്കൂട്ടത്തിന് നടുവിലിട്ടിട്ട് ഒരു 2 മണിക്കൂർ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂളായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് രാത്രി ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളായിട്ട് ഞാൻ പോകും. ദിസ് ഈസ് ഐ അക്വയർഡ് ദാറ്റ് ത്രൂ മൈ എന്താ പറയുക, മേ ബി എക്സ്പീരിയൻസസ് ആയിരിക്കാം, മേ ബി എൻ്റെ ഇൻഫീരിയോറിറ്റി തോട്ട്സിനോട് ഞാൻ ഫൈറ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളൊരു കാര്യം ചെയ്താലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുമോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരുന്നത്. ആദ്യമൊന്നും ഇതുപോലെ ഞാൻ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ഒന്നും ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എന്താ പിന്നെ പോകുന്നതിന്, നിനക്ക് ഡ്രൈവിംഗ് അറിയാം, നിനക്ക് ലൈസൻസ് ഉണ്ട്, ഗോ ഫോർ ദാറ്റ്. അപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ആലോചിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, വി വെയിറ്റ് ഫോർ സം വൺ ടു പുഷ് അസ്. അതിന് ശരിക്കും എല്ലാ സമയത്തും എല്ലാവരും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എല്ലാ സമയത്തും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തുഴഞ്ഞു പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു +2 സ്റ്റുഡൻറ്റ്, ആഫ്റ്റർ +2 സ്റ്റുഡൻറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിനെ പറ്റി സ്കേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അവരോട് പറയാനുള്ളത് എന്തായിരിക്കും? സ്കേഡ് ഓർ കൺഫ്യൂസ്ഡ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ അബൌട്ട് വാട്ട് ദേ ആർ ഗോണ ഡു എന്നുള്ളതാണ്. അവരിനി എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് എന്താ പറയുക ക്ലട്ടേർഡ് കൺഫ്യൂഷൻസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി സെറ്റ് എ ഗോൾ, നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, വി ബിൽഡ് എ ഫോക്കസ് ഫോർ അവർ സെൽഫ്. അപ്പം നിങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുക, യു ബിലീവ് ഇൻ യുവർ സെൽഫ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക.
അതിനനുസരിച്ചുള്ളൊരു കരിയർ ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്തിട്ട് അതിന് ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങൾ ഏതാണെന്നുള്ളത് കണ്ടെത്തുക, അവിടെ പോവുക, പഠിക്കുക, എക്സ്പോഷർ എടുക്കുക, മാക്സിമം നിങ്ങളെ ചലഞ്ചസിലേക്ക് ഇടുക, മാക്സിമം നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതൊക്കെ രീതിയിൽ പൊട്ടിച്ചെറിയാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ പറയാറുണ്ട്, പണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചാടിക്കയറി ഉത്തരം പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മളെ പിടിച്ചു വലിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പൊട്ടിച്ചെറിയാൻ പറ്റുന്ന എക്സ്പോഷർ എവിടെയൊക്കെ കിട്ടുന്നോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മളെ ലൈഫിൽ അത്രയും ഹെൽപ്പ് ചെയ്യും. അത്രയും നിങ്ങളെ ചലഞ്ചസിലേക്ക് കൊണ്ടുപോയിടുക. നമ്മൾ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിഞ്ഞ് എപ്പോഴൊക്കെ നമ്മൾ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നു അവിടെ മുതലാണ് നമ്മൾ ശരിക്കും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നത്. അത് എത്രയും നേരത്തെ നമുക്ക് കിട്ടി തുടങ്ങുന്നു അത്രയും നേരത്തെ നമ്മൾ അതിനുള്ള സ്ഥലങ്ങളും കണ്ടെത്തും. ഓഫ് കോഴ്സ് അതിനുള്ള സ്ഥലങ്ങളും കണ്ടെത്തുക എന്നുള്ളത്. വൺ ലൈൻ സ്റ്റുഡൻറ് ഷുഡ് റിമെമ്പർ ആഫ്റ്റർ ദിസ് പോഡ്കാസ്റ്റ്. വൺ ലൈൻ ദാറ്റ് ദേ ഷുഡ് റിമെമ്പർ എന്നുള്ളത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ശരിക്കും എനിക്ക് വൺ ലൈനിൽ പറയാനറിയും. ഞാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ കുറേ പറയും. വൺ ലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല, കുറേ പറഞ്ഞു. ഇല്ല, വൺ ലൈനിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. എനിക്ക് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ ഡു എനിത്തിങ്. ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളിൽ സെറ്റ് എ ഗോൾ, ചേസ് യുവർ ഡ്രീംസ് എന്നുള്ളതാണ്. ചേസ് യുവർ ഡ്രീംസ് എല്ലാവരും പറയാറുണ്ട് കേട്ടോ, പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഒരു കറക്റ്റ് മീനിങ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലായിടത്തും കേട്ട പരിചയമുള്ള വാക്കായതുകൊണ്ടേ. ചേസ് യുവർ ഡ്രീംസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രൊഫൈലൊക്കെ വലിയ കാര്യത്തിൽ വെക്കും, ഐ എം ചേസിങ് മൈ ഡ്രീംസ്. എപ്പോട്ടെ സ്വപ്നം ഇങ്ങനെ കാണുമെന്നല്ലാണ്ട് ഇതിനൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സോ ചേസിങ് യുവർ ഡ്രീംസ് മീൻസ് ടേക്കിംഗ് ആക്ഷൻസ് ടുവേർഡ്സ് ഇറ്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻസ് ടുവേർഡ്സ് ഇറ്റ്. അതിനൊരു സ്റ്റെപ്പെങ്കിലും ഓരോ ദിവസവും നമ്മൾ എടുത്തിട്ടുണ്ടാവണം. അതിന് നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളെക്കാൾ നേരത്തെ ഇത് ചെയ്ത് തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ അവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് ഏർലി ആസ് പോസിബിൾ. അത് ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ, ഈ സെക്കൻഡ് മുതൽ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്, നോട്ട് ഫോർ ടുമോറോ. ഗ്രേറ്റ്, അടിപൊളി, വണ്ടർഫുൾ.